ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗസ്മരണകൾ വിളിച്ചോതുന്ന മാസം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനകോടികളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പാപത്തിന്റെ കൂമ്പാരവുമായി പരിശുദ്ധ കഅബയുടെ പൂമുറ്റത്തേക്ക് വിന്യസിക്കുന്ന മാസം. കോടികളുടെ പാവങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ പവിത്രമേറിയ പരിശുദ്ധമായ ഭവനത്തിന്റെ തിരുമുറ്റത്തിൽ ഖിൽഅ പിടിച്ചുകൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമായ മാസമാണ് ഈ ഹജ്ജിന്റെ മാസം. ഹജ്ജിന്റെ മാസം അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്. ഹജ്ജ് എന്ന തീർത്ഥാടനം അറിയപ്പെട്ട ചില ദിവസങ്ങളും മാസങ്ങളുമാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിക്കുന്നു. റമദാനിന്റെ 30 നിരരാത്രങ്ങൾ സജീവമാക്കിയ മനുഷ്യ മക്കളെ, നിങ്ങളുടെ പാവങ്ങൾക്ക് പരിഹാരം പൂർണ്ണമായി അള്ളാഹു വാഗ്ദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്. അറിയപ്പെട്ട ചില ദിനരാത്രങ്ങളാണ്, മാസങ്ങളാണ് ഹജ്ജ് എന്ന് പറയുന്നത്. فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج. ഈ ഹജ്ജിന്റെ മാസങ്ങളിൽ ഹജ്ജിന് വേണ്ടി ആരൊരാള് പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നുവോ തീർച്ച അവന്റെ ഭാഗത്തു നിന്ന് ഒരു ന്യൂനതകളോ ഒരു അസഭ്യമോ ഒരു മോശമായ വാക്കുകളോ മ്ലേച്ഛമായ സംസ്കാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ലോകത്തോടറിയിക്കുന്ന മാസമാണ് നമ്മളിലൂടെ കഴിഞ്ഞു പോകുന്നത്. സഹോദരങ്ങളെ, 1-2 ദിവസങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹാജിമാർ മിനായിൽ തമ്പടിച്ചുകൊണ്ട് പരിശുദ്ധമായ അറഫയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന ദിനരാത്രങ്ങളാണ്. അല്ലാഹു സൂറത്തുൽ ഫജ്റിലൂടെ ഈ ദിനരാത്രങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയില്ലേ? വൽ ഫജ്രി വലയാലിൻ അശ്ർ. 10 രാത്രിയെ കുറിച്ച് പരിചയപ്പെടുത്തിയെങ്കിൽ ആ 10 രാത്രിയിലാണ് നാം ഇപ്പോൾ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു ഇബാദത്ത്, ഈ ഒരു ആരാധനയിൽ പങ്കാളികളാകുവാനും ഈ വിനീതൻ ഈ സദസ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഇൽമിന്റെ സദസ്സാണിത്, സ്വർഗത്തിന്റെ പൂങ്കാവനമാണിത്. പ്രവാചകനെ പ്രകീർത്തിക്കുന്ന മുസ്ലിം സമുദായമേ, പ്രവാചകന്റെ ചാരത്ത് പോയി സലാം ചൊല്ലാൻ ഇഷ്ടപ്പെടുന്ന മുസ്ലിം സമുദായമേ, പ്രവാചകന്റെ ശഫാഅത്തിന് വേണ്ടി യാചിക്കുന്ന ആഗ്രഹിക്കുന്ന മുസ്ലിം സമുദായമേ, അതേ പ്രവാചകന്റെ വാക്കിനെ നീ ഇഷ്ടപ്പെടുമോ അതോ പ്രവാചകനെ നീ തള്ളിപ്പറയുമോ? പ്രവാചകനെ നീ ഇഷ്ടപ്പെടുമെങ്കിൽ, പ്രവാചകന്റെ വാക്കിനെ നീ അംഗീകരിക്കുമെങ്കിൽ, മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷഫീഉനാ വസനദുനാ വഖുറത്തു അയുനിനാ വസമറത്തി ഫുആദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുനിയാവിലെ 2 സ്വർഗത്തെ പരിചയപ്പെടുത്തിയെങ്കിൽ അതിൽ ഒരു സ്വർഗമാണ് പരിശുദ്ധമായ മദീന പട്ടണം, പരിശുദ്ധമായ റൗള ശരീഫ്. മാ ബൈന ബൈതി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗളയാണ്, റൗളയാണ്. അത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്, സ്വർഗീയ ആരാമമാണ്. ആ സ്വർഗീയ ആരാമത്തിൽ ആര് അല്പസമയം വിശ്രമിച്ചുവോ, 2 റക്അത്ത് നമസ്കരിച്ചുവോ, അവിടെ വന്നെനിക്ക് സലാം ചൊല്ലിയോ, സലാത്ത് ഓതിയോ, ഖുർആൻ പാരായണം നടത്തിയോ, കുന്തു ലഹു ഷഫീഅൻ വശഹീദൻ യൗമൽ ഖിയാമ. ഞാൻ അവന് വേണ്ടി നാളെ ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് ചെയ്യും, സാക്ഷ്യമാകുമെന്ന് സയ്യിദുനാ വസനദുനാ വശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ അതേ പ്രവാചകൻ തന്നെ പഠിപ്പിച്ച വചനമാണ്, വാക്കാണ്. ദീനിന്റെ മജ്ലിസും റൗളയാണ്, റൗളയാണ്. വിജ്ഞാനത്തിന്റെ മജ്ലിസ്. വിജ്ഞാനമില്ലെങ്കിൽ മുസ്ലിം സമുദായമേ, നിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ നിനക്ക് കഴിയില്ല. നിന്റെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടതാക്കി എടുക്കണമെങ്കിൽ, പടച്ചവന്റെ തൃപ്തിക്ക് അനുകൂലമാകണമെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ, നിന്റെ ഈമാൻ സലാമത്തിലാകണമെങ്കിൽ, നിന്റെ ദീൻ നീ വിശ്വസിക്കുന്ന വിശ്വാസം അത് പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും നിനക്ക് അറിവ് അത്യന്താപേക്ഷിതമാണ്.
വിജ്ഞാനം ആവശ്യമാണ്. ഞാനെല്ലാം തികഞ്ഞവനാണെന്ന ധാരണ അത് പിശാചിന്റെ ധാരണയാണ്. അതാണ് പിശാചിന് തുടക്കത്തിൽ തന്നെ അള്ളാന്റെ കൽപ്പനയെ ലംഘിക്കേണ്ടി വന്നത്. പടച്ച തമ്പുരാൻ കാലാകാലവും എക്കാലവും പിശാചിനെ ലാനത്ത് ചെയ്തു കഴിഞ്ഞു, ശപിക്കപ്പെട്ട് കഴിഞ്ഞു. ശപിക്കപ്പെട്ട പിശാച്, ആ പിശാചിന്റെ ശാപത്തിൽ നിന്ന് മോചനം തേടിക്കൊണ്ടാണ് നമ്മുടെ സകലമാന പ്രവർത്തനങ്ങളുടെയും തുടക്കം. നമസ്കാരത്തിലാണെങ്കിലും തുടക്കത്തിൽ പിശാചിനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കും. ഒരു ശാരീരിക ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിലും പിശാചിന്റെ ശർറിനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കും. ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോഴും പിശാചിന്റെ ശർറുകളെ തൊട്ട് കാവൽ ചോദിക്കും. ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുമ്പോഴും പിശാചിന്റെ ശർറിനെ തൊട്ട് നാം അല്ലാഹുവിനോട് കാവൽ ചോദിക്കും. അങ്ങനെ പിശാചിന്റെ ശർറിനെ തൊട്ട് കാവൽ ചോദിക്കുമെങ്കിൽ പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലവും ശപിച്ചുപോയി എങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പിശാചിന്റെ വഴിയിൽപ്പെടാതെ ജീവിക്കണം. പിശാചിന്റെ വഴിയിൽപ്പെടാതെ ജീവിച്ച് മരിച്ചു പോകണമെങ്കിൽ ഇൽമ് അത്യാവശ്യമാണ്, വിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. ഏറ്റവും വലിയ ഇൽമ് ലഭിച്ചവൻ ഞാനാണ് അറിവുള്ളവൻ, എനിക്കെല്ലാം അറിയാം. ഒരു വിജ്ഞാന സദസ്സിലൂടെ, ഒരു പ്രഭാഷണത്തിലൂടെ എനിക്ക് നീ ഒരു ഇൽമ കേൾക്കേണ്ട എന്ന തന്റെ ഇടത്തോടുകൂടിയുള്ള വാക്ക് നിന്റെ മനസ്സിൽ തെളിഞ്ഞു പോയാൽ അത് പിശാചിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണെന്ന് നീ ഓർത്തു പോകണം. മുസ്ലിം സഹോദര, നിനക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട സദസ്സ്, നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട സദസ്സ്, നിന്റെ ദീനിയായ ജീവിതത്തിന്റെ പ്രഥമമായ ആവശ്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സ്, ആ സദസ്സ് ഇൽമിന്റെ സദസ്സ്, അത് സ്വർഗീയ ആരാമമാണ്, അത് സ്വർഗീയ പൂങ്കാവനമാണ്. ആ സദസ്സിൽ വന്ന് പങ്കാളിത്തം വഹിക്കുന്നവർക്കും ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിജ്ഞാന സദസ്സാണ്, ഖുർആനിന്റെ സദസ്സാണ്, ഹദീസിന്റെ സദസ്സാണ്, ഇൽമിന്റെ സദസ്സാണ്, ദിക്റിന്റെ സദസ്സാണ്, സ്വലാത്തിന്റെ സദസ്സാണ്, തസ്ബീഹിന്റെ സദസ്സാണ്, തഹ്ലീലിന്റെ സദസ്സാണ്, ദുആയുടെ സദസ്സാണിത്. പരിശുദ്ധമായ രാവാണിത്. ഈ രാവിൽ വിജ്ഞാനത്തെ കേൾക്കുവിൻ. മനുഷ്യമക്കളെ, നിങ്ങളുടെ മനോമുകുരങ്ങളിൽ അടഞ്ഞു കിടക്കുന്ന സന്ദേഹത്തിന്റെ അധ്യായങ്ങളുണ്ടല്ലോ, ആ അധ്യായങ്ങളെല്ലാം എന്നേക്കുമായി പൊട്ടിച്ചു കളയുവിൻ. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവിൻ, മനസ്സിലാക്കുവിൻ, കാര്യബോധത്തോടുകൂടി ജീവിക്കുവിൻ. അനിസ്ലാമിക ജീവിതം കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുവിൻ. ഈ ലോകമല്ല നമുക്ക് സ്ഥിരമായത്. ഇവിടെ നമുക്ക് സ്ഥിര ജീവിതമില്ല. ഏത് സമയത്തും മരിച്ചു പോകാം, എങ്ങനെയും മരിച്ചു പോകാം, എവിടെ വെച്ചും മരിച്ചു പോകാം, എപ്പോഴും മരിച്ചു പോകാം. നാം ഇവിടെ ഇഷ്ടപ്പെടുന്ന സന്താനങ്ങളോ നമ്മുടെ സമ്പത്തോ നമ്മുടെ കുടുംബമോ നമ്മുടെ സുഹൃത്തുക്കളോ ഒന്നും തന്നെ നമുക്ക് ദുനിയാവിലും ഗുണപ്പെടുകയില്ല, ആഖിറത്തിലും ഗുണപ്പെടുകയില്ല. പിന്നെയോ നമ്മോടൊപ്പം അനുഗമിക്കുന്നത്, നമ്മോടൊപ്പം വരുന്നത്, നമ്മെ ഖബറിൽ സഹായിക്കുന്നത്, നമ്മെ മഹ്ശറിൽ സഹായിക്കുന്നത് നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങൾ മാത്രമാണ്, നന്മകൾ മാത്രമാണ്, നന്മകൾ മാത്രമാണ്. അതുകൊണ്ട് സാബിഖൂ ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് മുന്നേറുവിൻ, നന്മകളിലേക്ക് മുന്നേറുവിൻ. മുസ്ലിം സമുദായമേ, നന്മകളിലേക്ക് മുന്നേറിക്കൊണ്ട് ഈമാനിക ജീവിതം നയിച്ച് അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ, അവസാനമായി നിന്റെ റൂഹ് പിടിക്കാൻ അസ്രായീൽ ഇറങ്ങി വരുമ്പോൾ സുസ്മേരവദനായി സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാനുള്ള പ്രയത്നത്തിന് നീ തുടക്കം കുറിക്കുവിൻ. അതിനുള്ള അവസരമാണ് വിജ്ഞാനം, അതിനുള്ള അവസരമാണ് ഈ വിജ്ഞാനത്തിൽ പങ്കാളിയാവൽ. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, വിജ്ഞാന സദസ്സിലേക്ക് കടന്നു വരണം. കേൾക്കുവിൻ, മനസ്സിലാക്കുവിൻ. പരിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനമാണ്. ഫബശ്ശിർ ഇബാദില്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സന. നബിയേ, തന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അവർ കേൾക്കട്ടെ, ദീന് കേൾക്കട്ടെ, നല്ലത് അതിൽ നിന്നും തെരഞ്ഞെടുത്ത് പിൻപറ്റിക്കൊള്ളട്ടെ. അങ്ങനെ പിൻപറ്റി ജീവിക്കുന്ന തന്റെ അടിമകൾക്ക്, എന്റെ അടിമകൾക്ക്, എന്റെ ദാസന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ, സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ എന്ന് പടച്ച തമ്പുരാൻ പുന്നാര ഹബീബിനോട് അറിയിച്ചുവെങ്കിൽ കേൾക്കുവിൻ, നല്ലത് പിൻപറ്റുവിൻ, ഇഷ്ടമില്ലാത്തത് മാറ്റിവെക്കുവിൻ. അതാണ് ഈ വിനീതന്റെ പ്രസംഗത്തിൽ ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ടൊരു വലിയ വിഷയത്തെ ഈ 2 ദിവസം ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയ വിഷയം,
മർമ്മപ്രധാനമായ വിഷയം, മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ട വിഷയം, എല്ലാവരും അംഗീകരിക്കേണ്ട വിഷയം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട വിഷയം. അതിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂ. എന്താണ് ആ വിഷയം? വലിയ വിഷയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പേടിച്ചു പോണ്ട. കുടുംബജീവിതം, വൈവാഹിക ജീവിതം, വൈവാഹിക കുടുംബ വ്യവസ്ഥ എന്തെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ, എന്താണ് കല്യാണം, എന്താണ് നിക്കാഹ്, എന്താണ് വിവാഹം, ആരാണ് ഭാര്യ, ആരാണ് ഭർത്താവ്, ഭർത്താവിന്റെ സ്ഥാനമെന്ത്, ഭാര്യയുടെ സ്ഥാനമെന്ത്, ഇസ്ലാമിൽ വൈവാഹിക ജീവിതത്തിന് എന്താണ് സ്ഥാനമാനങ്ങളും മാനദണ്ഡങ്ങളും? മുസ്ലിം സമുദായമേ, നീ പഠിച്ചിട്ടുണ്ടോ? നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിനക്കറിവുണ്ടോ ആ വിഷയത്തിൽ? എങ്ങനെയോ ഒരു പെണ്ണിനെ കെട്ടി കുറെ കാലം ജീവിച്ച് നിന്റെ ആർത്തിയും നിന്റെ അഭിലാഷങ്ങളും പൂർത്തിയാക്കി കറിയാപ്പില വലിച്ചെറിയുന്നത് പോലെ പെണ്ണിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കലല്ലേ നിന്റെ സ്വഭാവം? അതിനൊരു പരിഹാരം വേണം, അതിനൊരു തിരശീല വേണം. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, കടന്നു വരിക. കുടുംബ ജീവിതത്തിന്റെ ഇസ്ലാമിക മാനദണ്ഡം എന്തെന്നൊന്ന് പഠിക്കട്ടെ. പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഇമാമിങ്ങളുടെയും അഭിപ്രായം അനുസരിച്ച് വൈവാഹിക ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു അതിന് ഈ വേദി ഒരു സബബാക്കി മാറ്റുമാറാകട്ടെ. അതുകൊണ്ട് കുടുംബജീവിതത്തെ കുറിച്ച് അല്ലമീൻ സാധു സംരക്ഷണ സമിതി സംഘടിപ്പിച്ച ഈ പരിപാടി, അൽഹംദുലില്ലാ, അവർ പാവപ്പെട്ട സാധുക്കളായ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യബോധത്തോടും, അതേപോലെ പാവപ്പെട്ട രോഗികളായ സഹോദരി സഹോദരന്മാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടും, നിർധനരായ വിദ്യാർത്ഥിനികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക എന്ന സദുദ്ധമത്തോടു കൂടിയും തുടക്കം കുറിച്ച ഒരു സംഘടനയാണ് അൽ അമീൻ. 7 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പരിപാടിയാണ്. അതിനുശേഷം ഇപ്പോഴാണ് നടത്തുന്നത്. ഇന്നേ വരെ അവരുടെ പരിപാടി വൻപിച്ച വിജയമായിരുന്നു. ഇപ്പോൾ എന്തോ ചെറിയ തടസ്സം പോലെ അള്ളാഹു എല്ലാ ഷറുകളെ തൊട്ടും ഷുറൂറുകളെ തൊട്ടും ലുറൂറുകളെ തൊട്ടും നമ്മയെയും ഈ നാട്ടുകാരെയും ഈ സംഘടനയെയും ഇതിന്റെ ആത്മാർത്ഥമായ പ്രവർത്തകരെയും എല്ലാം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ, രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ സംഘടന നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം പല പണ്ഡിതന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദീനിന്റെ വശങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതല്ലാതെ ഇവിടെ ഒരു സംഘടന രൂപീകരിച്ച് ഐക്യത്തോടും സാഹോദര്യത്തോടും താമസിക്കുന്ന മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് രണ്ടാലൊരു മദ്ഹബ് ഉണ്ടാക്കി അവർക്കിടയിൽ ഒരു ശുദ്രത വളർത്തിയിട്ട് പോകലല്ല ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം. ഈ വിനീതൻ കരുനാഗപ്പള്ളി പള്ളിയിൽ ജോലി ചെയ്യുമ്പോഴും ഇതേ സദസ്സിൽ, പക്ഷേ ഇത് തെക്കോട്ട്, അത് വടക്കോട്ടായിരുന്നു, ഒരു പ്രഭാഷണത്തിന് ഇവിടെ വന്നിട്ടുള്ളതാണ്. അത് ഈ സംഘടനയാണോ എന്നറിയില്ല, ഏതോ ഒരു സംഘടന അങ്ങനെ ഇവിടെ ഒരു പ്രഭാഷണം നടത്തിയതാണ്. ഇവൻ വർഷങ്ങൾ കുറെ ആയി, അപ്പോഴേക്കും ആളുകൾക്കൊക്കെ ഓരോ ചിന്തകളൊക്കെ കുഴപ്പത്തിലായി. അങ്ങനെയൊക്കെ എന്തോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചായലും ഒക്കെ ഉണ്ടായി. ഖൈർ, അള്ളാഹു നല്ല ചിന്താ മണ്ഡലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കട്ടെ. ഉറക്കെ പറഞ്ഞില്ലെങ്കിലും പതുക്കെങ്കിലും ആമീൻ പറയണം കേട്ടോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നീട്ടിപ്പരത്താതെ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സമയം ദീർഘിച്ചു പോയി. 7 മണിക്ക് പ്രഭാഷണം വെച്ചിട്ട് 9 മണിക്കാണ്. കാലാവസ്ഥയും ഇവിടുത്തെ സാഹചര്യവും കണക്കിലെടുത്ത് 9 മണിക്ക് പരിപാടി തുടങ്ങുന്നു. അൽഹംദുലില്ലാ. അതുകൊണ്ട് 7 മണി എന്നുള്ളത് സംഘാടകർ വെച്ചതാണ്. സംഘാടകർ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തു. അതല്ലാതെ ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടതോ അല്ല. ഇനി 7 മണി എന്നും പറഞ്ഞ് പിടിച്ചിട്ട് അതിൻ്റെ പേരിലൊരു ചർച്ച ഉണ്ടാകണ്ട. അതിനുവേണ്ടി ജാമ്യമായി എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. വൈവാഹിക ജീവിതത്തെ കുറിച്ച് ഇസ്ലാമിക മാനദണ്ഡം എന്താണ്? 2 ദിവസം ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ മുന്നിൽ, 2-3 ദിവസം കൊണ്ട് നമുക്ക് ഈ കുടുംബജീവിതത്തെ കുറിച്ച് പൂർണ്ണമായി പറയാൻ കഴിയില്ല, ഭാഗികമായിട്ട് എങ്കിലും മർമ്മപ്രധാനമായ ഭാഗങ്ങളൊക്കെ എടുത്ത് ടച്ച് ചെയ്തുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്ത് ദുആ ചെയ്ത് പിരിയാം. അതുകൊണ്ട് 2 ദിവസം നിർബന്ധമായി നിങ്ങൾ വരണം ഇൻഷാ അള്ളാഹ്. ഓരോ കുടുംബക്കാരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ചെറുപ്പക്കാരുടെ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇസ്ലാമിക ജീവിത വ്യവസ്ഥ എന്തെന്ന് മനസ്സിലാകാതെ പഠിക്കാതെ അവൻ കല്യാണം കഴിക്കാൻ പോയതാണ്. കുടുംബത്തിലാകെ പ്രശ്നങ്ങളും ഭാര്യയോടുള്ള ഉത്തരവാദിത്തം മനസ്സിലാകാതെ വന്നതും ഭാര്യയോടുള്ള ഉത്തരവാദിത്ത കുറവും ഇത്യാദി കാര്യങ്ങളുടെ പേരിൽ ആകെ പ്രശ്നങ്ങൾ കൊണ്ട്, സങ്കീർണമായ പ്രശ്നങ്ങൾ കൊണ്ട്, വേവലാതിയും ആവലാതിയും കൊണ്ട് അവൻ നെടുവീർപ്പിറക്കുമ്പോൾ, ബഹുമാനമുള്ളവരെ,
പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്യാദി കാര്യങ്ങൾ ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ് എന്നത് മനസ്സിലാക്കിയിരിക്കുക. ഇനി വിവാഹം കഴിച്ചവരിൽ നിന്ന് എന്ത് ചെയ്യണം? വിവാഹം കഴിച്ചവർ അവരുടെ ഭാര്യമാരോടുള്ള കടപ്പാടറിയണം. ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരോടുള്ള കടപ്പാടറിയണം. ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന സന്താന പരമ്പരകൾ ഈ ദുനിയാവിലും പ്രത്യുത ആഖിറത്തിലും നിങ്ങൾക്ക് ഗുണമുള്ള സന്താനങ്ങളാക്കി മാറ്റണം. അതിന് ഇസ്ലാം നമുക്ക് കൽപ്പിക്കുന്ന കൽപ്പനകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മുടെ കല്യാണമേ ഇങ്ങനെ നടന്നു, ഇനി നമ്മുടെ സന്താനങ്ങളെയെങ്കിലും ഈ ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന ആഗ്രഹവും ആവേശവും ഈ സദസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ പ്രഭാഷണം ശ്രവിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകണം. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ കൊണ്ട് കൊടുത്ത് കുറെ ശാപ്പാട് പഠിച്ച് അവിടെ പെണ്ണിന്റെ മോന്ത നോക്കിയിട്ട് കൊള്ളാം, ചിലപ്പോ നോക്കും കൊള്ളൂല, ഓ അവന് യോജിച്ചതാണ്, ഓ അത് പറ്റാത്തതാണ്, അവന് വണ്ണം കൂടുതൽ, അവക്കിത്തിരി വണ്ണം കുറവ്, ഇവക്കിത്തിരി വണ്ണം കൂടുതൽ, അവൻ സ്ലിം, ഇങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞു പോകുന്നതല്ലാതെ എന്താണ് വിവാഹം, എന്താണ് കല്യാണം, ആർക്കാണ് ഇത് യോജിച്ച കുഫു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇത്യാദി കാര്യങ്ങളൊന്നും നമ്മുടെ ഉമ്മത്തിന് അറിയില്ല. നമ്മുടെ ഉമ്മത്ത് ആവശ്യമില്ലാത്ത ചർച്ചകൾ ഇങ്ങനെ ചെയ്ത് കാലങ്ങളും ദിനങ്ങളും സ്റ്റേജുകളും മൈക്കുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മത്ത് ഇവിടെ പിഴച്ചുകൊണ്ടിരിക്കുന്നു, വഴിപിഴച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മുസ്ലിം സമുദായത്തിന്റെ മഹല്ലുകളുടെ കമ്മിറ്റി ഓഫീസുകൾ തുറന്നു നോക്കിയാൽ എത്രയെത്ര തൊലാഖിന്റെ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. കോടതിയുടെ വളപ്പിൽ പോയി നിങ്ങൾ നിന്ന് നോക്കി, കോടതിയിൽ പരിശോധിച്ചു നോക്കിയാലും തലയിൽ തട്ടമിട്ട പരദ ധരിച്ച ഫുൾ കൈ ധരിച്ച മുസ്ലിം സഹോദരിമാർ ഡിവോഴ്സിന് വേണ്ടി, അതായത് കുടുംബ ജീവിതം ഒഴിവാക്കാൻ വേണ്ടി, തൊലാഖിന് വേണ്ടി, കേസിന് വാദിക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്ന ദാരുണമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 70% വിവാഹമോചനത്തിന് വേണ്ടി കോടതിയിൽ കാത്തുകിടക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരാണ്. അതേപോലെ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ, സ്ത്രീ പീഡനത്തിന്റെ പേരിൽ, സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഭാര്യ ഒരു ധ്രുവത്തിൽ, ഭർത്താവ് ഒരു ധ്രുവത്തിൽ, അവർക്കുണ്ടായ സന്താനങ്ങൾ വഴിയാധാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ച് ഉപ്പ, ഉമ്മിച്ചി, ഉപ്പിച്ചി എന്നൊക്കെ നിലവിളിച്ച് നടക്കുന്നു. ഉപ്പയെയും ഉമ്മയെയും ഒരേ കുടക്കീഴിൽ കാണാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്ത് എന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കണം. കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബിരിയാണി അടിച്ചിട്ട് ചെറുക്കന്റെയും പെണ്ണിന്റെയും കൈക്ക് പിടിച്ച് ആശംസിച്ച് ഇറങ്ങി വരല്ലതല്ല കല്യാണം. കല്യാണത്തിന് മുമ്പേ, പെണ്ണ് കാണുന്നതിന് മുമ്പേ, ആലോചിക്കുന്നതിന് മുമ്പേ, ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനം എടുക്കുന്നതിന് മുമ്പേ നീ മുതിർന്ന വ്യക്തികളുമായി, ഇതുമായി ബന്ധപ്പെട്ട പരിചയ സമ്പന്നരുമായി, ആലിമീങ്ങളുമായി, മുത്തഖീങ്ങളുമായി, സ്വാലിഹീങ്ങളുമായി നിനക്കൊരു മുഷാവറ, ഒരു ആലോചന നിനക്ക് അത്യന്താപേക്ഷിതമാണ്. അതല്ലാതെ ചുമ്മാ കുറെ വീട്, കുറെ സമ്പത്ത്, കുറെ സ്വർണം, ഒരു വണ്ടി, പെണ്ണിന്റെ മോന്ത, ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ട് മയങ്ങി അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കലല്ല വേണ്ടത്. ഇസ്ലാം പെണ്ണ് കാണുന്ന ചടങ്ങ് മുതൽ പ്രസവിച്ച് കുഞ്ഞിനെ എത്ര വർഷം വരെ പോറ്റണമെന്നും ആ കുട്ടിയോടുള്ള ഉത്തരവാദിത്വം എന്തെന്ന് വരെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നു. അത് പഠിക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിം സമുദായത്തിന്റെയും ഉത്തരവാദിത്വമാണ്, ഫർള് ഐനായ കാര്യമാണ്, പഠിക്കണം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ നമുക്ക് ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വിവാഹം കഴിക്കാൻ കപ്പാസിറ്റിയും പ്രാപ്തിയും ആരോഗ്യവും കഴിവുമുള്ളവൻ അവൻ വിവാഹം കഴിക്കുക തന്നെ വേണം. അതാണ് ആദ്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കല്യാണം കഴിക്കാതെ ഇങ്ങനെ മുതുമുത്തച്ഛൻ ആവുന്നത് വരെ ഇങ്ങനെ അങ്ങോട്ട് നടക്കും, കല്യാണം കഴിക്കൂല. എന്തേ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ സമയമില്ല, ജോലി കിട്ടട്ടെ. 35 വയസ്സായവരാണ് ചോദിക്കുന്നത്, വിവാഹം കഴിക്കാത്ത എന്ത്? സമയമായിട്ടില്ല. എപ്പോഴാ ഇനി സമയാവുക? അവന്റെ നട്ടലിൽ തുരുമ്പ് കയറുമ്പോഴായിരിക്കും ഇനി സമയാവുക. ഇനി എപ്പോഴാ സമയാവുന്നത്? ഒരു പെണ്ണിനെ പോറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് കാശിട്ട് വാരി കൊടുക്കലാണോ അതിന്റെ അർത്ഥം? ഇന്നത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ചിടത്തോളം പെണ്ണിനെ സംരക്ഷിക്കാനും പെണ്ണിന് ജീവനാംശം നൽകാനും പെണ്ണിന്റെ വാപ്പ തന്നെയാണ് നിനക്ക് പൈസ തരുന്നത്. പിന്നെന്തേ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് പെണ്ണ് കെട്ടാൻ? നേരത്തെയൊക്കെ ആണെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മഹർ. ഇപ്പൊ മഹർ പേരിന് എത്ര മഹർ എന്ന് ചോദിച്ചാല് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതിക്കോ. നമ്മടുത്ത് പറയാ എത്ര മോനെ മഹർ, അത് ഉസ്താദിന്റെ ഇഷ്ടത്തിന് പറ. അപ്പൊ ഞാൻ പറയും ഞങ്ങള് പെണ്ണ് കെട്ടിയതാ, ഇനിയിപ്പോ ഞാൻ എന്റെ ഇഷ്ടത്തിന് മഹർ പറഞ്ഞാൽ നീ കെട്ടാൻ വന്ന കൊച്ചിനെ ഞാൻ കെട്ടേണ്ടി വരും. ആണ് നീയല്ലേ മഹർ പറയേണ്ടത്. അപ്പൊ മഹർ പറയാനെടുക്കാനോ അതിന് പോലും കപ്പാസിറ്റിയും കഴിവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്.
മഹർ കൊടുക്കുന്ന ആരാ? പെണ്ണിന്റെ വാപ്പയാണ്. കാലം തിരിഞ്ഞു പോയി. അതിന് അച്ചാരോ എന്ന് പറഞ്ഞ് ബാഗിനകത്ത് കുറച്ച് പൈസ എല്ലാം കൊണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഉസ്താദന്മാരെ ഇരുത്തി അതും ഒരു സാക്ഷി, അൽ ഫാത്തിഹ അച്ചാരം. എന്നിട്ട് ഈ പൈസ എടുത്തുകൊണ്ടുപോയി താലി വാങ്ങി മഹർ വാങ്ങി പെണ്ണിന്റെ കഴുത്തി കൊണ്ടുപോയി കെട്ടുക. അപ്പൊ ഇവന് ഒരു വീടുണ്ടോ? ഇവനൊരു സ്ഥാനമുണ്ടോ? ഇവന് സമ്പാദിക്കാൻ വല്ല പൈസ ഉണ്ടോ? ഇവന് ഈ പെണ്ണിനെ പോറ്റാൻ വല്ല കഴിയോ? ഒന്നും കഴിയില്ല. ഇവനാണ് ഈ പെണ്ണിന്റെ തന്ത കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. കല്യാണ ചെലവ്, അതിന്റെ പേര് കല്യാണ ചെലവ്. അങ്ങോട്ട് ഒരു ബാഗില്, അതിനകത്ത് ഉസ്താദന്മാരെ സാക്ഷി. കാരണം ഇടി കിട്ടണ്ടായ നാളെ. കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടണ്ട, കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടണ്ട. അല്ലെങ്കിൽ നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ഒരു പെണ്ണിനെ കെട്ടുന്നതിന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന മാനദണ്ഡം എന്തെന്ന് മനസ്സിലാക്ക്. നീ വാരിക്കോരിയൊന്നും കൊടുക്കുകയൊന്നും വേണ്ട ഒരു പെണ്ണിനെ കെട്ടാൻ. ബഹുമാനപ്പെട്ട പ്രവാചകൻ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരു വിവാഹം കഴിച്ചു കൊടുക്കാൻ അള്ളാന്റെ റസൂല് തയ്യാറായെങ്കിൽ, സമുദായമേ, ഇന്ന് നമ്മൾ എത്ര പൈസയാണ് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഒരു സഹോദരന്റെയോ ഒരു സഹോദരിയുടെയോ ഒരു ദിവസത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഒരു ദിവസത്തെ അവരുടെ വ്യയത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ, ദുർവ്യയത്തെ കുറിച്ചൊന്ന് പഠിച്ചാൽ, എത്ര രൂപയാണ് ഒരു ദിവസം അവർ ദുർവ്യയം ചെയ്യുന്നത്. ഇങ്ങനെ കണക്ക് കൂട്ടുവിൻ സഹോദര. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ 2 മൊബൈലോ അതല്ലെങ്കിൽ ഡുവൽ സിം ഉള്ള മൊബൈലും ഉണ്ടെങ്കിൽ, 2 മൊബൈലും ഉണ്ടെങ്കിൽ മാസങ്ങളോളം 100 കണക്കിന് രൂപ അവൻ മൊബൈൽ റീചാർജിന് വേണ്ടി വേണം. അങ്ങനെ 10ാം ക്ലാസ് മുതൽ വീണ്ടും 10 വർഷം കൂടെ പഠിച്ച് അവൻ 10-28 വയസ്സാകുന്നത് വരെ അവന്റെ അനാവശ്യമായ ചെലവ് ദൂർത്ത് പരിശോധിച്ചു നോക്കിയാൽ 10,000 കണക്കിന് ലക്ഷക്കണക്കിന് രൂപയാണ്. അത് ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച്. ചെറ്റക്കുടലിൽ കിടക്കുന്ന സഹോദരന്റെയോ സഹോദരിയുടെ വീട്ടിൽ പോയാൽ ആണിനും അവിടുത്തെ ആളിനും എണ്ണത്തിനനുസരിച്ചല്ലേ മൊബൈല്. തലയിലൊരു മൊബൈല്, അടുക്കളയിലൊരു മൊബൈല്, ബെഡ്റൂമിലൊരു മൊബൈല്, സിറ്റ് ഔട്ടിലൊരു മൊബൈല്, നടക്കുമ്പോ മൊബൈല്, ബാത്റൂമിൽ മൊബൈല്. വീടോ ചോരുന്ന വീട്, ചെറ്റക്കുടല്. ഇവർക്ക് പൈസ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഏത് പെട്ടിക്കടയിൽ പോയാലും ഏത് മൊബൈൽ കമ്പനിക്കാരന്റെയും റീചാർജ് കൂപ്പൺ സുലഭമായി ലഭിക്കുന്നു. പണ്ട് എവിടെയോ പോണമെന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ കോൾ ഇങ്ങോട്ട് വന്നാലും കാശ്, അങ്ങോട്ട് വന്നാലും കാശ്. ഇപ്പോ മിനിറ്റിന് സെക്കൻഡിന് 1 പൈസ ആയ ഈ കാലഘട്ടത്തിൽ കണക്ക് കൂട്ടി നോക്കി, വെറുതെ ഒരു പെണ്ണിനെ വിളിച്ച് സ്വറ പറയുന്നതിനും സംസാരിക്കുന്നതിനും വെറുതെ രസാനുഭൂതിയിൽ പങ്കെടുക്കുന്നതിനും 10ാം ക്ലാസിന്റെ പടിവാതിൽക്കൽ കാലി ചവിട്ടിയ ചെറുപ്പക്കാരൻ മുതൽ സഹോദരിമാരടക്കമുള്ളവർ കണക്ക് കൂട്ടി നോക്കട്ടെ എത്ര പൈസയാണ് ദുർവ്യയം ചെയ്ത് കളയുന്നത്. എന്നിട്ട് കല്യാണം കഴിക്കുന്ന കാര്യം പറയുമ്പോൾ സമയമായിട്ടില്ല, പൈസ ഇല്ല, സമയമായിട്ടില്ല, പൈസ ഇല്ല. ഏറ്റവും വലിയ തെറ്റ്. നാളെ അള്ളാന്റെ മുന്നിൽ സമാധാനം വരണം ഈ പൈസക്കൊക്കെ. അനാവശ്യമായി നിങ്ങൾ ചെലവ് ചെയ്യുന്ന ഈ പൈസയുണ്ടല്ലോ, ഒരു പെണ്ണിന്റെ സംസാരം കേൾക്കാൻ, അവളുടെ കൊഞ്ചല് കേൾക്കാൻ നീ ചെലവ് ചെയ്യുന്ന ഈ പൈസയുണ്ടല്ലോ, ഈ പൈസക്കെല്ലാം നീ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. പറയാതെ കണ്ട് ആദമിന്റെ മോനെ, നിന്റെ ഒരു കാല് പോലും ചലിപ്പിക്കാൻ കഴിയില്ല. ദുനിയാവില് വാപ്പ കാണാതെ ഫോൺ വിളിക്കും, ഉമ്മ കാണാതെ ഫോൺ വിളിക്കും, പെണ്ണുങ്ങളും ഉമ്മയും വാപ്പായും കാണാതെ ഫോൺ വിളിക്കും. സൈലന്റിലിട്ട് ബെഡ്റൂമിൽ ലൈറ്റ് അണച്ചിട്ട് രഹസ്യമായി ഇയർഫോൺ വെച്ച് സംസാരിക്കും. പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ അന്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും പരസ്യങ്ങളും നീ പതുക്കെ പറയുന്നതും ഉറക്കെ പറയുന്നതും, രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും, ഒളിച്ചു പറയുന്നതും പരസ്യമായിട്ട് പറയുന്നതും, ഇരുട്ടത്ത് പറയുന്നതും, മുറിയിൽ കതവടച്ചിട്ട് പറയുന്നതും എല്ലാം അറിയുന്ന തമ്പുരാൻ അവൻ കേൾക്കുന്നുണ്ട്. അവൻ 2 മലക്കുകളെ നിന്റെ മേൽ നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ മുഴുവനും എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിന്റെ ഓരോ വചനങ്ങളും ഓരോ വാക്കുകളും ഓരോ സംസാരങ്ങളും റഖീബ് അതീദ് എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ മറച്ചു വെച്ച് രഹസ്യമായ ഒരു സംഭാഷണം പോലും പെണ്ണെ ചെറുക്ക നിനക്ക് നടത്താൻ കഴിയില്ല. നാളെ ഖിയാമത്തിന്റെ മഹ്ശറ വൻസഭയെ നീ വിശ്വസിക്കുന്ന ഒരു മോമിനാണെങ്കിൽ ജനകോടികളുടെ മുന്നിൽ അവിടെ വെച്ച് ഇതിനെല്ലാം നീ സമാധാനം പറയേണ്ടി വരും. പറയാതെ ആദമിന്റെ മോനെ, ലാ തസൂലു ഖദമ ബിനി ആദം, ആദമിന്റെ മോനെ നിന്റെ കാലിന്റെ പാദം അങ്ങോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോഴേ മനസ്സിലാക്കിക്കോ,
തൗബ ചെയ്തോ. അതുകൊണ്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ നടക്കല്ലേ. സമയമാകുമ്പോ കല്യാണം കഴിച്ചോ. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ കാന മൂസിറൻ ഫലം യൻകിഹ് ഫലൈസ മിന്നാ. വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടായിട്ട് വിവാഹം കഴിക്കാത്തവൻ അവൻ എന്റെ മില്ലത്തിൽ പെട്ടവനല്ല, എന്റെ സമുദായത്തിൽ പെട്ടവനല്ലെന്ന് സയ്യിദുനാ വസനദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം കഴിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിട്ട് കഴിക്കാത്തവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിൽ പെടാത്തവൻ പിന്നെ അവസ്ഥ എന്താ? അബൂജഹലിന്റെ ഉത്ബത്തിന്റെ ശൈബത്തിന്റെ കൂട്ടത്തിൽ നരകത്തിൽ പോകേണ്ടി വരും. പഠിച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ജോലി കിട്ടാം പ്രതീക്ഷിച്ച് നിൽക്കണ്ട. സമയായോ കല്യാണം കഴിക്ക്. സമയമൊക്കെ പറയുന്നുണ്ട്. എപ്പോഴാ സമയം? അത് കേട്ടോ നമ്മൾ ഞെട്ടിപ്പോവും. അത് അങ്ങോട്ട് വരട്ടെ വിഷയം. നമ്മൾ കേട്ടാ ഞെട്ടിപ്പോവും. അത് ആ സമയം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞ സമയത്തൊക്കെ വിവാഹം കഴിച്ചു കൊടുത്താൽ ഒരു മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം ഉണ്ടാവുകയില്ല. ഒരു ലവ് ജിഹാദും അല്ലാത്ത ജിഹാദും ഒന്നും ലോകത്തുണ്ടാവുകയില്ല. ഓരോന്നിനും ഓരോ. പണ്ടൊക്കെ പ്രണയം പണ്ടേ തുടങ്ങിയതാ. പക്ഷെ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഈ പ്രണയത്തിന് ഇത്രയ്ക്കും സ്നേഹം കൂടിയത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടിയത്. ലവിന് ഇൻട്രസ്റ്റ് കൂടുതൽ ഇപ്പോഴും. അതിനങ്ങനായിരിക്കും ലവ് ജിഹാദ് എന്ന് പേരിട്ടേക്കണത്. കണക്ക് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം സമുദായത്തിന്റെ പെൺകുട്ടികളാണ് അമുസ്ലിമീങ്ങളുമായിട്ട് കൂടുതൽ ഓടിയത്. പക്ഷെ പേര് നമുക്കിരുന്നോട്ടെ, പേര് നമുക്കാണ്. കണക്ക് പരിശോധിച്ചാൽ മൊത്തം അങ്ങനെയാണ്. അമ്പലപ്പുഴയിലത്തെ ആത്മഹത്യ അടക്കമുള്ള കോളേജിലെ ചരിത്രങ്ങൾ മുഴുവൻ മാധ്യമ പടകൾ എഴുതിവിട്ട കള്ളത്തരവും നുണക്കഥകളും മാത്രമാണിത്. ഓരോ രജിസ്റ്റർ ഓഫീസിൽ നിങ്ങളൊന്ന് പോയി നോക്കി. ഇപ്പൊ ഫോട്ടോ അടക്കം ഒട്ടിച്ചു വെക്കുന്നുണ്ട്. ഫോട്ടോ അടക്കം ഒട്ടിച്ചു വെക്കുമ്പോൾ കൂടുതലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തലയിൽ തട്ടമിട്ട സബീന, തലയിൽ തട്ടമിട്ട സലീന, തലയിൽ തട്ടമിട്ട ഷഫീന. നിന്നോടൊപ്പം ഇരിക്കുന്നത് ഒരു ശ്രീകൃഷ്ണനോ, അതല്ലെങ്കിൽ ഒരു ശശിയോ, അതല്ലെങ്കിൽ ഒരു ബേബിയോ, അതല്ലെങ്കിൽ ഒരു ജോർജോ, അതല്ലെങ്കിൽ ഒരു ജോസഫോ ആണ് കൂട്ടത്തിലിരിക്കുന്നത്. എന്താ യോജിച്ചു വരുമോ? നമുക്ക് ഇതിന്റെ പേര് കുഫു എന്ന് പറയാൻ പറ്റുമോ? കുഫു എന്ന് പറയാൻ പറ്റുമോ? കാരണം തലയിൽ തട്ടവിട്ട് ഫോട്ടോ പണ്ട് എടുത്തതാ, SLCക്കകത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തതാ. ആ ഫോട്ടോ വേണമെന്നാ ഇപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പറയുന്നത്. അപ്പൊ അത് തന്നെ എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഏതെങ്കിലും സ്വന്തക്കാര് രജിസ്റ്റർ ഓഫീസിൽ പോയി നോക്കിയാല് കാണുന്നത് മുസ്ലിം സഹോദരിമാരോടൊപ്പം ഇരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളാണ്. പേരോ നമുക്ക് ലവ് ജിഹാദ്. നമ്മളവിടെ ആകപ്പാട് ജിഹാദ് അളക്കുന്നതെന്നാണ്. പ്രണയം അത് ഒരു ഭാഗമാണ്. അതിന് മതത്തിന്റെ മുനമ്പ് നൽകിക്കൊണ്ട്, മതത്തിന്റെ പേര് നൽകിക്കൊണ്ട് അതിനെ സമുദായത്തിനുള്ളിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരു മതക്കാരന് ശ്രമിക്കണ്ട. അതേ നമുക്ക് പറയാനുള്ളൂ. ഹിന്ദുവിന്റെ പെണ്ണിനെ മുസ്ലിം ചെറുക്കൻ സ്നേഹിക്കുന്നു, മുസ്ലിമിന്റെ പെണ്ണിനെ ഹിന്ദു സ്നേഹിക്കുന്നു. അത് ഇസം വെച്ചിട്ടല്ല, അത് പ്രണയമാണത്. അതൊരു സ്നേഹമാണ്. അവിടെ ഇസം ഒന്നും നോക്കാറില്ല ആരും. കെട്ടി 5-6 മക്കളുള്ള പെണ്ണിനെ കിളവൻ സ്നേഹിക്കുന്നു, കിളവിയെ കിളവൻ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നു. ദുനിയാവ്. അതിനകത്ത് ഇസമല്ലല്ലോ അത്. അതുകൊണ്ട് ഐക്യവും സാഹോദര്യവും നിലനിന്നു പോകുന്ന നമ്മുടെ കേരളത്തിൽ, സാംസ്കാരിക ബോധമുള്ള നമ്മുടെ കേരളത്തിൽ, ഭൗതിക പ്രതിബദ്ധതയുള്ള നമ്മുടെ കേരളത്തിലെ ഈ സമുദായത്തെ നമ്മൾ തമ്മിലടിക്കാതെ ഐക്യത്തോടു കൂടി വളരാൻ വേണ്ടി പരിശ്രമിക്കും. അതിനുവേണ്ടി പ്രചോദനം നൽകുവിൻ. അതിനുവേണ്ടി കുട്ടികളെയും ക്യാമ്പസുകളെയും കോളേജുകളെയും ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. സമാധാനവും ഐക്യവും സാഹോദര്യവും. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, വിവാഹം കഴിച്ചോളിയും പെട്ടെന്ന്. ഈ പെട്ടെന്നൊക്കെ നബിതങ്ങൾ പറഞ്ഞ സമയത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ ലവ് ജിഹാദ് എന്നോ സ്മാർട്ട് ഫ്രണ്ട് എന്നോ ഇതൊന്നും ഉണ്ടാവൂലായിരുന്നല്ലോ. നിങ്ങൾ ഇങ്ങനെ നടന്നിട്ടല്ലേ വെറുതെ അങ്ങോട്ട് നടക്കൽ തന്നെ. കാലങ്ങൾ സമയങ്ങൾ തീരുന്നവരെ ഇങ്ങനെ നടക്കൽ തന്നെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന മൂസിറാ ഫലം യൻകിഹ് ഫലൈസ മിന്നാ. വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടായിട്ട് വിവാഹം കഴിക്കാത്തവൻ എന്റെ മില്ലത്തിൽ പെട്ടവനല്ലെന്ന് സയ്യിദുനാ വസനദുനാ വശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ സൂഫിസം ചമഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ കാണും. ഞാൻ വിവാഹം കഴിച്ചാൽ എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല, സുബഹി നമസ്കരിക്കാൻ കഴിയില്ല, ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, അല്ലാഹുവുമായി സാമീപ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകും, ഭാര്യയും മക്കളുമായുള്ള ബന്ധം കൂടുമ്പോൾ പടച്ചവനുമായുള്ള ബന്ധം എനിക്ക് കുറഞ്ഞു പോകും, അതുകൊണ്ട് നിക്കാഹ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചില വ്യാജസിദ്ധന്മാര് പറയുന്നുവെങ്കിൽ ബഹുമാനമുള്ളവരെ നിങ്ങൾ കരുതിയിരിക്കണം. ഏറ്റവും വലിയ സൂഫിയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണ്.
ചില ആളുകൾക്ക് ഇബാദത്തിനൊരു തടസ്സം ഈ പെണ്ണോ അല്ലെങ്കിൽ ഈ ചെറുക്കനോ കല്യാണമോ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതമോ എന്നൊക്കെ ചിലര് പറയാറുണ്ട്. തെറ്റാണത്. പ്രവാചകൻ പഠിപ്പിക്കുന്നു, ലാ സറൂറത ബിൽ ഇസ്ലാം, ഇസ്ലാമിൽ സന്യാസ ജീവിതമില്ല, ബ്രഹ്മചര്യമില്ല. കല്യാണം കഴിക്കാതെ ഇങ്ങനെ താടി നീട്ടി വളർത്തി ശേഖി അമഞ്ഞ് നടക്കുന്ന സ്വഭാവം ഇസ്ലാമിൽ ഇല്ലാന്നർത്ഥം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന യഅമുറുനാ ബിൽ ബാ വയൻഹാ അനിത് തവത്തുൽ നഹിയൻ ശദീദാ, ഞങ്ങളോട് കല്യാണത്തിന് പ്രചോദനം നൽകുകയും അവിവാഹിതനാകുന്നതിനെ തൊട്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കല്യാണം കഴിക്കും, കല്യാണം കഴിക്കാതിരിക്കല്ലേ എന്ന് റസൂലുള്ളാഹി ഞങ്ങൾക്ക് ഒരു ഉപദേശം നൽകുമായിരുന്നു. ഇക്കൂട്ടത്തിൽ സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹത്തിന് ഒരു വല്ലാത്ത ഒരു ആവലാതി, എന്താ കല്യാണമൊക്കെ കഴിച്ചാൽ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ആയിഷ റളിയല്ലാഹു തആല അൻഹ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, മഹദി അവர்களെ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് പോയിട്ട് പറയുകയാണ്, ഞാൻ അവിവാഹിതനാകാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് മഹദി അവர்களെ എന്താണ് അവിടുത്തെ അഭിപ്രായം? ഫമാ തറൈന ഫീ, ഞാൻ അവിവാഹിതനാകാൻ ആഗ്രഹിക്കുന്നു, പറഞ്ഞാൽ നീ കല്യാണം കഴിക്കണ്ട, ഞാൻ ഇങ്ങനെ ഇബാദത്തൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാൻ പോവാണ്, അതുകൊണ്ട് അവിടുത്തെ അഭിപ്രായം എന്താ? ഫമാ തറൈന ഫീ. ഉടനെ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അമാ സമിഅത അല്ലാഹ യഖൂൽ, അല്ലാഹു പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ ഫലാ തതബത്തൽ. എല്ലാ പ്രവാചകന്മാരും, എത്ര പ്രവാചകന്മാർ ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നാം ഓരോ പ്രവാചകന്മാരെ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, വലഖദ് അർസൽനാ റുസുലാ, നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, വജഅൽനാ ലഹും, നാം അവർക്ക് ആക്കി കൊടുക്കുകയും ചെയ്തു, അസ്വാജൻ വദുർരിയ്യ, ഭാര്യമാരും സന്താനങ്ങളെയും നാം അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ശേഷം പറഞ്ഞു, ഫലാ തതബത്തൽ, ആയതിനാൽ സഅദേ നീ അവിവാഹിതനാകരുത്, വിവാഹം കഴിക്കണം. മാത്രമല്ല, വിവാഹം കഴിക്കൽ ആരുടെ സുന്നത്ത്, ആരുടെ ഐച്ഛികം വിവാഹം കഴിക്കാന്നുള്ളത്? നിക്കാഹിന്റെ സദസ്സുകളിൽ നാം കേൾക്കാറുള്ള ഹദീസാണ്, النكاح من سنتي فمن رغب في سنتي فهو مني فمن رغب عن سنتي فليس مني. നിക്കാഹ് എന്റെ സുന്നത്താണ്, എന്റെ ഐച്ഛികമാണ്. ഫമൻ റഗിബ ഫീ സുന്നതി ഫഹുവ മിന്നി, ആരാൾ എന്റെ ഈ മഹത്തായ സുന്നത്തിനെ പിൻപറ്റുന്നുവോ അവൻ എന്റെ മില്ലത്തിൽ പെട്ടവനാണ്, എന്റെ സമുദായത്തിൽ പെട്ടവനാണ്. ഫമൻ റഗിബ അൻ സുന്നതി, ആരാൾ എന്റെ ഈ സുന്നത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുവോ, അതായത് നിക്കാഹ് കഴിക്കാതെ, വിവാഹം കഴിക്കാതെ നടക്കുന്നുവോ, ഫലൈസ മിന്നി, അവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല. ഇതാണ് നിക്കാഹിന്റെ സദസ്സിൽ നമ്മൾ കേൾക്കുന്ന ഹദീസ്. പക്ഷെ അർത്ഥം അറിയാൻ വയ്യ. അവിടെ നിക്കാഹ് കഴിക്കാത്ത, കല്യാണം കഴിക്കാത്ത ക്രോണിക് ബാച്ചിലർ ഇരുന്നോണ്ട് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. നിക്കാഹിന്റെ 5 പ്രായം കഴിഞ്ഞ ക്രോണിക് ബാച്ചിലർ എന്നിട്ട് ഈ ഹദീസ് കേൾക്കുന്നുണ്ടാകും, പക്ഷെ അവന് അർത്ഥം അറിയില്ലല്ലോ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഈ ഹദീസിന്റെ സാരം. മാത്രമല്ല, പ്രവാചകന്മാരുടെ പാതകളെ പിൻപറ്റുന്ന സമുദായമേ, നിങ്ങൾക്ക് പ്രവാചകന്മാരുടെ സ്നേഹമുണ്ടോ? പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് 4 കാര്യങ്ങൾ. അർബഉം മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യം പ്രവാചകന്മാരുടെ ഐച്ഛികമാണ്, സുന്നത്തുകളാണ്. ഒന്നാമത്തത് അൽ ഹയാ, ലജ്ജ. പ്രവാചകന്മാരുടെ സുന്നത്ത്, പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ലജ്ജ. ലജ്ജ ഇല്ലാത്തവൻ പ്രവാചകന്മാരുടെ പരമ്പരയിൽ പെട്ടവനുമല്ല, ഈമാൻ ഇല്ലാത്തവരുമാണ്. സഹോദരിമാരെ നിങ്ങൾക്കും, സഹോദരന്മാരെ നിങ്ങൾക്കും. സഹോദരിമാരുടെ ലജ്ജയുടെ അർത്ഥം പറയുമ്പോ എന്താ പറയാ, എങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അന്യ പുരുഷന്മാരുടെ ഇടയിൽ കൂടെ കയറിയെന്ന് തലയിൽ തട്ടവിട്ട് ഫുൾ കൈ വിട്ട് പട്ടുറുമാല് ആടാൻ വേണ്ടി മുസ്ലിം സമുദായത്തിലെ സഹോദരിമാര് തയ്യാറാകുമ്പോ മനസ്സിലാക്കിക്കോ, നിനക്ക് ലജ്ജയില്ല എന്നുള്ളത്. നിന്നെ ആര് കെട്ടിക്കൊണ്ട് പോകുന്നോ മനസ്സിലാക്കിക്കോ, അടുത്തവനുമായി അവൾക്ക് തീർച്ച ബന്ധമുണ്ടായിരിക്കും.
ഇത്രയും പുരുഷന്മാരുടെ മുന്നിൽ ഇരുന്ന് പാടാനും കൊഞ്ചാനും കൈയടിക്കാനും ഒക്കെ തയ്യാറാകുമ്പോൾ അവൻ മനസ്സിലാക്കിക്കോ, അവക്ക് ലജ്ജയില്ലാത്തവളാണ്. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ ഈമാന്റെ ഭാഗമാണ്. ലജ്ജ ഈമാന്റെ ഭാഗമാണ്. ഈമാനുള്ള ഒരു പെണ്ണിനെ അപേക്ഷിച്ചിടത്തോളം അന്യ ഒരു പുരുഷന്റെ മുഖത്തേക്കും തുറിച്ചു നോക്കാൻ കഴിയില്ല. അന്യ ഒരാളെ നോക്കാൻ കഴിയില്ല. അന്യരുമായി കൊഞ്ചാൻ കഴിയില്ല. അന്യ സമുദായവുമായിട്ട് ഇഴുകി ചേർന്നുകൊണ്ട് നൃത്തം ചവിട്ടാനോ പാട്ട് പാടാനോ ജീൻസും ഹാഫ് ഷർട്ടും ഇട്ടുകൊണ്ട് സമുദായത്തിന്റെ മുന്നിൽ അവരെ ത്രസിപ്പിക്കുന്ന തരത്തിൽ പാട്ട് പാടി ആലപിച്ചുകൊണ്ട് കയ്യടി നേടാൻ ഹയാവുള്ള ലജ്ജയുള്ള പെണ്ണിന് കഴിയില്ല. മനസ്സിലാക്കിക്കോ. അങ്ങനെ സംഭവിച്ചാൽ ഈമാനില്ലാത്തതിന്റെ കുറവാണ്. ഈമാനുള്ള ഒരു പെണ്ണും ഇങ്ങനെ ജനങ്ങളെ ത്രസിപ്പിക്കാൻ വേണ്ടി ആട്ടവും ചാട്ടത്തിനും നൃത്തത്തിനും വേണ്ടി പോവുകയില്ല. അതുകൊണ്ട് മനസ്സിലായിക്കോ, പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. പ്രവാചകന്മാരുടെ അനുയായികളാണെങ്കിൽ, പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിന്റെ ഉടമകളാണ് മുസ്ലിം സമുദായമെങ്കിൽ മനസ്സിലാക്കിക്കോ, ഹയാ നിങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ്. ഹയാ നിർബന്ധമായ കാര്യമാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തരുന്നു. പ്രവാചകന്റെ വാക്ക് കേട്ടോളി. പരിശുദ്ധ ഖുർആനും ഹദീസും ജീവിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന സമുദായമേ, നാളെ അള്ളാഹുവിന്റെ കോടതിയുടെ മുന്നിൽ പടച്ചവന്റെ പരിശുദ്ധമായ മുഖം കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗത്തിലേക്ക് കടക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്ന വാക്കാണ്, അന്യ സ്ത്രീകളുമായി അന്യ പുരുഷനുമായി ചെങ്ങാത്തം നമുക്ക് വേണ്ട. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അന്യ പെണ്ണുമായി ചേർന്ന് മുട്ടിയുരുമി യാത്ര ചെയ്യുകയോ സഞ്ചരിക്കുകയോ കൊഞ്ചുകയോ ഒക്കെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞ എന്താ? ലാ യുതഅന ഫീ റഅസി അഹദികും. നിന്റെ തലയിൽ ഒരു ഇരുമ്പ് കമ്പി കുത്തിയിറക്കിക്കോ. നിന്റെ തലയിൽ ഒരു ഇരുമ്പ് കമ്പി ഒരുവൻ അവന്റെ തലയിൽ കുത്തിയിറക്കട്ടെ. അത് തന്നെയാണ് ശ്രേഷ്ഠം. ഖൈറുൽ ലഹു മിൻ അയ്യമസ്സ ഇംറാതൻ. മറ്റൊരു പെണ്ണിനെ അവൻ തൊടുന്നതിനേക്കാൾ ലാ യഹില്ലു ലഹു, അവൻ അനുവദിക്കപ്പെടാത്ത അവന്റെ ഭാര്യയോ അവന്റെ പെങ്ങളോ അവന്റെ മാതാവോ അല്ലാതെ അന്യ പെണ്ണിനെ ഒരുവൻ മുട്ടിയുരുമി യാത്ര ചെയ്യുകയും അന്യ പെണ്ണുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്യുന്നത് നീ കണ്ടാൽ മനസ്സിലാക്കിക്കോ, അതിനേക്കാൾ നല്ല കാര്യം അവന്റെ തലയിൽ ഒരു ഇരുമ്പ് വാര കുത്തിയിറക്കലാണ്. ഇല്ലെങ്കിൽ നാളെ അള്ളാഹു അത് ചെയ്യും. വല്ല കൂസിലുണ്ടോ? ബസ് യാത്ര ചെയ്ത് പോകുമ്പോ, പള്ളിക്കൂടത്തിൽ പോകുമ്പോ, ബസ്സിന്റെ സീറ്റിലിരിക്കുമ്പോൾ, സാറ് അധ്യാപകൻ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ, 10 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ 8:15 ക്ലാസ്സിനകത്ത് എല്ലാവരും ഹാജരാവും. എന്തിനായി ഹാജര് നേരത്തെ വരുന്നത്? എന്തിനാ വരുന്നത്? പിയൂണിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. പിയൂണിനെ ഭീഷണിപ്പെടുത്തി മര്യാദയ്ക്ക് തുറന്നു തന്നോ, ഇല്ലെങ്കിൽ ജോലിയില്ലാന്ന്. നേരത്തെ വരികയാണ് ഇവിടെ. എന്നാൽ നേരത്തെ എഴുന്നേറ്റ് പോയി ഒന്ന് പഠിക്കുക, അതൊന്നുമല്ല. ഇവിടെ ലക്ഷ്യം വേറെ. അറിയാൻ നേരിട്ട് ഇവനി തന്നെ പല പിയൂണുകളും വന്ന് നമ്മുടെ അടുത്ത് പറയുന്ന വാക്കുകളാണ്. ബഹുമാനമുള്ള സഹോദരൻ, എന്താ അല്ല ഇവിടെ സ്വർഗം കൊടുത്തോ ഇവർക്ക്? ഊരിൽ നിങ്ങൾ എവിടെയാണ് കൊടുത്തു കഴിഞ്ഞു? ഇനി അവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എവിടെയാണ് കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ സ്പർശിക്കാൻ നിൽക്കണ്ട, അങ്ങനെ പോകാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്താൽ അതിനേക്കാൾ ശ്രേഷ്ഠം ഒരു കമ്പിപ്പാര തലയിൽ ഇടിച്ചിറക്കിക്കോ. വീണ്ടും റസൂലുള്ള പറയാണ്, ഇയ്യാക വൽ ഖൽവത ബിന്നിസാ. സ്ത്രീകളുമായി ഒറ്റയ്ക്കിരിക്കൽ നീ സൂക്ഷിച്ചോ, ഒറ്റയ്ക്കുള്ള ചങ്ങാത്തം നീ സൂക്ഷിച്ചോ. ലഅൻ യസ്ഹമ റജുലുൻ ബിംറാത്തിൻ ഖൈറുൽ ലഹു മിൻ അൻ യസ്ഹമ ഖിൻസീറൻ മുതലത്തിഖൻ ബിതീനിൻ ഔ ഹംഅത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരു സ്ത്രീയുമായി അന്യ പെണ്ണുമായി ഒറ്റയ്ക്കിരിക്കുന്നത് സൂക്ഷിച്ചോ. ഒരു പെണ്ണും ഒരാണും അന്യ പെണ്ണും ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒറ്റയ്ക്കിരിക്കുമ്പോ തീർച്ച അവർക്കിടയിലേക്ക് പിശാച് കടന്നു വരും. പിന്നെ പിശാച് കടന്നു വന്നാൽ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അവിടെ തൊടണമെന്ന് തോന്നും, ഇവിടെ തൊടണമെന്ന് തോന്നും, ഉന്തണമെന്ന് തോന്നും, തള്ളണമെന്ന് തോന്നും, ഞോണ്ടണമെന്ന് തോന്നും, തോണ്ടണമെന്ന് തോന്നും, അതൊക്കെ തോന്നിപ്പിക്കും. അത് മൂപ്പിലാന്റെ സ്വഭാവമാണ്. അത് പണ്ടേ അതിനുള്ള ഇജാസത്ത് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. ഒറ്റയ്ക്ക് ഇരുന്നാൽ ചിലപ്പോൾ സംഭവിച്ചു പോകും, ഒറ്റയ്ക്ക് ഇരിക്കാതിരുന്നാൽ പ്രശ്നമില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് നീ അനുസരിക്കാതെ എങ്ങാനും ഒരു പെണ്ണുമായി ഒറ്റയ്ക്കിരുന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് സഹോദരാ, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് സഹോദരാ മാലിന്യത്തിൽ, മാലിന്യ കൂമ്പാരത്തിൽ, മാലിന്യ ജലത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന പന്നിയുണ്ടല്ലോ, പന്നി, ആ പന്നികളെ നീ കെട്ടിപ്പിടിക്കൽ, ആ പന്നിയുമായി ചങ്ങാത്തം സ്ഥാപിക്കലാണ് അവന് ഖൈറെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പന്നി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വെറും ഛർദ്ദി വരും. പിന്നെ പന്നി അടുക്കലേക്ക് പോലോ, പിന്നെ പന്നിയെ തൊടലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക്, അന്യ ഒരു പെണ്ണുമായി ഒരുത്തൻ ചങ്ങാത്തം സ്ഥാപിച്ചാൽ മൻകിബുഹു അയ്യമസ്സ മൻകിബുഹു മൻകിബംറഅത്തിൻ, ഒരു പെണ്ണിന്റെ തോളും ഇവന്റെ തോളും കൂടെ ചേർത്ത് വെച്ച് അവൻ നടക്കുകയോ സഞ്ചരിക്കുകയോ ചങ്ങാത്തം പറയുകയോ ചെയ്താൽ ഖൈറുൽ ലഹു മിൻ അയ്യസ്ഹമ ഖിൻസീറൻ മുതലത്തിഖം ബിതീൻ, അഴുക്ക് ചാലിൽ കിടന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന പന്നിയുടെ കൂട്ടത്തിൽ പോയി അതിനെ കയറി ചേർന്ന് പിടിക്കലാണ് ഇവന് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ മനസ്സിലായല്ലോ, ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. ഇനി നാളെ എങ്കിലും ബസ്സിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചോളി. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അറിയാതെ നമ്മളൊക്കെ ചെയ്തു പോയെങ്കിൽ തൗബ ചെയ്തോ, അറിയാതെ ചെയ്തു പോയെങ്കിൽ തൗബ ചെയ്യുക. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഹയാ ഇല്ലാത്തവനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹയാ അത്യന്താപേക്ഷിതമാണ്. ഹയാ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എങ്ങനെങ്കിലും ബൈ ചാൻസിൽ പിടിച്ചു, ആരെങ്കിലും കണ്ടു, അത്രയും പേരുടെ മുന്നിലിട്ട് ജനങ്ങൾ ഇവനെ അടിക്കുമ്പോ ഒന്ന് ആലോചിച്ച് ചോദിക്കണം, ലജ്ജ ഉണ്ടെങ്കിൽ ചെയ്യുമോ? അതുകൊണ്ട് ഹയാ പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്, അവരുടെ സ്വഭാവമാണ്. അർബഉം മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യം പ്രവാചകന്മാരുടെ സ്വഭാവ വിശേഷണങ്ങളിൽ പെട്ടതാണ്. ഒന്ന് അൽ ഹയാ, മറ്റൊരു റിവായത്തിൽ അൽ ഹന്ന എന്ന് വരുന്നുണ്ട്, മൈലാഞ്ചി പുരട്ടുക. മൈലാഞ്ചി പുരട്ടല് അത് സുന്നത്താണ്. നരച്ച താടിയൊക്കെ മൈലാഞ്ചി പുരട്ട്. നിങ്ങൾ നരച്ച താടിയൊക്കെ ഡൈ ചെയ്യാതെ, നരച്ച താടി ഡൈ ചെയ്യാതെ മൈലാഞ്ചി പുരട്ട് സുന്നത്താണ്. സഹോദരിമാരെ, ക്യൂടെക്സ് പുരട്ടാതെ നിങ്ങൾ മൈലാഞ്ചി പുരട്ട്, അത് സുന്നത്താണ്. അതും പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. രണ്ടാമത് സിവാക്ക്, പല്ല് തേക്കൽ, മിസ്വാക്ക് ചെയ്യൽ പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. പല്ല് തേക്കി അത് ആര് പഠിപ്പിക്കണം? പക്ഷെ എന്റെ പ്രവാചകൻ ചെയ്തതാണ്, പ്രവാചകന്മാര് ചെയ്തതാണ് എന്ന ഒരു ഈമാനോടെ വിശ്വാസത്തോടെ നീ പല്ല് തേച്ചാൽ തീർച്ച നിനക്കതിന് കൂലിയാണ്. പ്രവാചകന്മാരുടെ ശഫാഅത്തിന് നീ അർഹനാണ്. അതുകൊണ്ട് ഒളു എടുക്കുമ്പോ ഒന്ന് പല്ല് വെച്ചോളി, ഒരു സുന്നത്തായ കാര്യമാണ്. ചിലർ കൈ കൊണ്ട് കൊട്ടിച്ചേക്കുക, അതിനേക്കാൾ നല്ലത് നിങ്ങൾ അതിനുള്ള അറാക്ക് അല്ലെങ്കിൽ അതുപോലുള്ള കമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചൊരു പല്ല് വെച്ചോ. ഒരു സുന്നത്ത് കളയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫർളാണ്, നമുക്കത് സുന്നത്താണ്. അതുകൊണ്ട് ആ സുന്നത്ത് ഹയാത്താക്കി, അത് പ്രവാചകന്മാരുടെ സുന്നത്താണ്. നമ്മൾ നേരം വെളുക്കുമ്പോൾ പല്ല് വയ്ക്കും. ചില പെണ്ണുങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം പല്ല് വയ്ക്കും. രാത്രി കിടക്കാൻ നേരത്തും പല്ല് വയ്ക്കും, നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴും പല്ല് വയ്ക്കും, ചായ കുടിച്ചാലും ബിസ്ക്കറ്റ് തിന്നാലും ഒക്കെ പല്ല് തേക്കും. പ്രവാചകന്റെ സുന്നത്താണെന്ന നീയത്തിൽ മോളെ നീ അങ്ങനെ ചെയ്യണേ, എങ്കിൽ സുന്നത്തിന്റെ കൂലി നിനക്ക് കിട്ടും. മൂന്നാമത് അത്രൊന്നും പൂശൂല. പാശ്ചാത്യന്മാര് ആൽക്കഹോള് കയറ്റിവിട്ട സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാ ഇങ്ങനെ അടിച്ചിട്ട് പള്ളിയിൽ പോവുക. അത്ര പൂശുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. നബി തങ്ങൾ വീട്ടിന് വേണ്ടി എത്ര പൈസ ചെലവ് ചെയ്യുമോ അത്രയും പൈസ അത്ര വാങ്ങിക്കുന്നതിന് വേണ്ടി ചെലവ് ചെയ്യും. അതാണ് അത്ര നല്ല ഭൂഷണം. ചില അത്ര നല്ല ഭൂഷണം വില കുറഞ്ഞ ആൾക്കാർ വായിക്കും, 15 രൂപയ്ക്ക് കിട്ടും. മയ്യത്തിന് വേണ്ടി പുരട്ടുന്നതാ. ലാസ്റ്റ് ഘട്ടത്തിൽ വാപ്പാക്ക് കൊടുക്കുന്ന സമ്മാനം എന്താ? വാപ്പാടെ മയ്യത്ത് പൊതിയുമ്പോ അത്ര ഒരു കടയിൽ പോയി ഏറ്റവും കുറഞ്ഞ അത്ര ഏതാ? 15 രൂപയുടെ അതിലൊരു ഡസം ഇങ്ങോട്ട് എല്ലാം കൂടെ കൊണ്ട് പൊട്ടിച്ച് വാപ്പാടെ മണ്ടയിലോട്ട്. എന്തായാലും അവസാനം പോവല്ലോ. 15 രൂപയുടെ എങ്കിലും വാപ്പായ്ക്ക് ഒരു സഹായം ചെയ്തില്ലെങ്കിൽ പിന്നെന്താ? ബഹുമാനമുള്ളവരെ, അറബികൾ പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ ഹജറുൽ അസ്വദ്, ആ ഖിൽഅ, അതിന്റെ മൂടുപടം അവിടെയൊക്കെ പുരട്ടാൻ വേണ്ടി, തേക്കാൻ വേണ്ടി 100 കണക്കിന് റിയാലുകൾ വിലയുള്ള കുറച്ച് ഒരു മില്ലിക്കൊക്കെ 100, 200, 500 റിയാലുകൾ വിലയുള്ള ഊദ്, ഏറ്റവും വില കൂടിയ അത്റാണ് വാങ്ങിക്കൊണ്ട് പുരട്ടുന്നത്. ലക്ഷക്കണക്കിന് പാവികൾ വന്ന് ഹജറുൽ അസ്വദ് മുത്തുമ്പോൾ എത്രയോ പേര് ചൂട് കൊണ്ട് സഹിക്കവയ്യാതെ
ആ ചൂടത്ത് വിയർത്ത് ഒലിച്ച് ആ ഹജറുൽ അസ്വദ് മുത്തുമ്പോൾ വിയർപ്പിന്റെ ദുർഗന്ധം നമുക്ക് വമിക്കും. ആ വിയർപ്പിന്റെ ദുർഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നമുക്ക് ദുർഗന്ധം നമുക്ക് അസഹ്യമായി തോന്നും. പക്ഷേ ആ അസഹ്യതകളെയെല്ലാം തള്ളിക്കൊണ്ട് ഊദിന്റെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ആ ഊത് പുരട്ടിയ ഹജറുൽ അസ്വദിൽ പോയി മുത്തുമ്പോൾ ശേഷം നമ്മളൊന്ന് പോയി മുത്തിയാൽ എത്ര ദുർഗന്ധം വമിക്കുന്ന ഒരു വ്യക്തിയാണ് ഹജറുൽ അസ്വദ് മുത്തുന്നതെങ്കിൽ ശേഷം നമ്മളൊന്ന് മുത്തിയാൽ നല്ല മണവാണ്. അത്രയ്ക്കും വിലപിടിപ്പുള്ള കൂടിയ ഊദിന്റെ അത്തറുകളാണ് ഈ ഹജറുൽ അസ്വദിൽ ഹജറുൽ അസ്വദിലും ഖിൽആയിലും അവിടുത്തെ പരിശുദ്ധമായ ആ സ്ഥലങ്ങളിലും ഭിത്തികളിലും എല്ലാം അറബികള് മുൽത്തസിമില് കഅബയുടെ വാതിലിലൊക്കെ അറബികൾ കൊണ്ട് വാരി വാരി തേക്കുന്നത്. അവരോട് പിശിക്കാറില്ല. നമ്മളാണെങ്കിൽ ഇവിടുന്ന് 10 രൂപയുടെ മജുമായി മേടിച്ചോണ്ട് പോകും. എനിക്കൊരു നെയ്യത്താണ് കഅബയുടെ മൂടുപടത്തിൽ ഇത് അത്ര വരട്ടണം എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും 100 രൂപ 100 എന്ന് പറഞ്ഞാൽ സ്വീകരിക്കോ? 100 രൂപയ്ക്ക് ഒരു അത്ര നമ്മൾ വാങ്ങിക്കോ? അത്ര പരട്ടി പള്ളിയിൽ വാ. സുബഹിക്കൊക്കെ കിടന്ന കിടപ്പിൽ എഴുന്നേറ്റ് പല്ലും തേക്കാതെ പള്ളിയിൽ വരും. മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോ ഇമാം ആമീൻ എന്ന് പറയുമ്പോ വായിന്ന അല്ലാഹു. അങ്ങോട്ട് മലക്കക്ക് ആമീൻ പറയാൻ പറ്റൂല, ഇങ്ങോട്ട് മലക്കക്ക് ആമീൻ പറയാൻ പറ്റൂല. അതുകൊണ്ടാ പള്ളിയിൽ വരുമ്പോ പല്ല് വെച്ചിട്ട് വരണമെന്ന് പറയണത്. ബീഡി വലിക്കൽ എത്ര സഹോദരന്മാർ ബീഡി വലിക്കുന്ന സുഹൃത്തുക്കളെ. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി മുഫ്തിരിൻ വ മുസ്കിരിൻ. എല്ലാ ബലഹീന ഉണ്ടാക്കുന്നതും ശരീരത്തിന് ബലഹീനത ഉണ്ടാക്കുകയും അതേപോലെ ശരീരത്തെ നശിപ്പിക്കുകയും അതേപോലെ ലഹരി ഉണ്ടാക്കുന്നതുമായ സകലമാന വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്ന് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പറയുന്ന അടിസ്ഥാനത്തിൽ ബഹുമാനമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലും വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നാശത്തിലേക്ക് നിങ്ങളുടെ കൈകൾ കൊണ്ടിടല്ലേ എന്ന് പറഞ്ഞ ഖുർആനിന്റെ അടിസ്ഥാനത്തിലും വഹയഅമുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ നല്ലത് അള്ളാഹു അനുവദിച്ചു, മോശപ്പെട്ടത് അള്ളാഹു വിലക്കി എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലും മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരും പറയുന്നു ബീഡി വലിക്കൽ തെറ്റാണ്. ഈ ബീഡി വലിച്ചു പള്ളിയിൽ വരുന്ന സഹോദരൻ ആമീൻ എന്ന് പറഞ്ഞ് വായൊന്ന് തുറന്നാ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിച്ച സഹോദരങ്ങളെ പല്ല് നല്ല പോലെ തേച്ചിട്ട് വരണേ. ഭാര്യമാർ അടുക്കലെ പോയി കിടക്കുമ്പോൾ നിങ്ങൾ ഈ ബീഡിയും വലിച്ച് കട്ടൻ ബീഡിയും വലിച്ചിട്ട് എങ്ങനെ പോയി കിടന്നുറങ്ങും? സംസാരിക്കും, നാറ്റമടിക്കൂലേ? അതുകൊണ്ട് അള്ളാഹുടെ മുന്നിലാ വരുന്നത്. അള്ളാഹുവിന്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ പല്ല് തേച്ച് അത്തറ് പൂശി നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരിൻ. പടച്ചവന്റെ മുന്നിലാണ്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് മഹത്തായ ഹനഫി പണ്ഡിതൻ, ഹനഫി മദ്ഹബിന്റെ പണ്ഡിതനാണ്. അദ്ദേഹം വലിയ ഹോൾസെയിൽ തുണി വ്യാപാരിയായിരുന്നു. ഹോൾസെയിൽ തുണി വ്യാപാരി. കടയിലിരിക്കുമ്പോ ഒരുമാതിരി പന്ന വസ്ത്രമൊക്കെ ധരിച്ചിട്ടിരിക്കും കടയില്. അപ്പൊ ആളൊക്കെ ചോദിച്ചു, അല്ല ഈ കസ്റ്റമർ ഒക്കെ വരേണ്ടതല്ല, നിങ്ങൾ എന്താ ഈ മോശം വസ്ത്രം? ഇത് പിശാച് ഇറങ്ങുന്ന സ്ഥലമാ, അതുകൊണ്ട് പിശാചിനെ തൃപ്തിപ്പെടുത്താൻ ഇത് മതി. പള്ളിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടുവരും. ഒരാൾ ചോദിച്ചു, അല്ലയോ മഹാനവറുകളെ, കസ്റ്റമറിനെ കാണിക്കാൻ നിങ്ങൾ മോശമായ വസ്ത്രവും ആരും കാണാത്ത പള്ളിയിലേക്ക് നിങ്ങൾ വിലപിടിപ്പുള്ള വസ്ത്രവും, എന്താ ഇത്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ആരും കാണില്ല എന്നാ വിചാരിച്ചത്. പള്ളി ആരുടെ പള്ളിയാണ് നമ്മൾ പോകുന്നത്? പള്ളി എന്താണ്? പള്ളിയിൽ ആരാ ഉള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? രാജാതിരാജൻ, ലോകത്തിന്റെ ദിവരാശക്തി, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച തമ്പുരാൻ, ആകാശഭൂമികളെ മുഴുവനും നിയന്ത്രിക്കുന്ന തമ്പുരാൻ, ആ പടച്ച തമ്പുരാൻ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. അല്ലദീ യറാക ഹീന തഖൂം. കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് പ്രതിജ്ഞയർപ്പിച്ച് കൈകൾ കെട്ടി നിൽക്കുന്ന നിന്നെ സസൂക്ഷ്മം വീക്ഷിക്കുന്നവനാണ് അവൻ. നീ ഉടുത്തുകൊണ്ടുവരുന്ന കൂറക്കൈലി കാണുന്നവനാണ് അവൻ. നല്ല വസ്ത്രമാണോ ധരിച്ചു പള്ളിയിൽ വരുന്നത്? അതല്ല മോശമായ രാത്രി നീ ധരിച്ചുകൊണ്ട് കിടന്ന ആ പന്ന കൈലിയും ഉടുത്തുകൊണ്ടാണോ സുബഹിക്ക് വരുന്നത്? അത്ര പൂശിക്കൊണ്ടാണോ വരുന്നത്? പല്ല് വെച്ചുകൊണ്ടാണോ വരുന്നത്? ഇതെല്ലാം അല്ലാഹു സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ യജമാനന്റെ മുന്നിലേക്ക് പോകുമ്പോൾ കൂറത്തുണിയും ധരിച്ചുകൊണ്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് സഹോദരങ്ങളെ, വിലപിടിച്ച വസ്ത്രവുമായി ഞാൻ പള്ളിയിലേക്ക് വരുന്നത്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ കൈലി ഒന്നും ഉടുക്കാതെ ഒരു വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരണേ. ഒരു ഹദീസോടെ പറഞ്ഞെടുത്ത് വിഷയത്തിലേക്ക് കടക്കാം. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈ കളവന്മാരൊക്കെ കൊടുത്തോണ്ടിരുമ്പോ ചിലപ്പോ ശരിയാ കഴുകി കൊടുക്കാൻ ആരുമില്ല, എന്ത് ചെയ്യും?
അതുകൊണ്ട് ഒരെണ്ണം കഴുകി വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി മാത്രം മടക്കി വെച്ചേക്കും. മരുമോള് കഴുകി കൊടുക്കുവോ? പെമ്മക്കൾ, ഇന്നത്തെ പെമ്മക്കൾ കഴുകി കൊടുക്കുവോ? അതുകൊണ്ട് അവത്തുങ്ങൾക്ക് കഴുകാൻ വല്ലതും പറ്റുമോ? ആകെ ഡിസ്ക് മൊത്തം പോയി കിടക്കുകയാണ്. ഒന്ന് കുത്തിപ്പിഴിയാൻ വേണ്ടി കുനിഞ്ഞാൽ അതോടുകൂടി അവിടെ വളഞ്ഞു വീണാൽ പിന്നെ തീർന്നു. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു കൈലി കൊടുത്തുകൊണ്ട് വരല് ഇനിയിപ്പോ അത് ഹറാമോ അതത്ര അങ്ങോട്ട് മോശക്കാരോ ആണോ അതിന്റെ അർത്ഥം? അല്ല. അള്ളാന്റെ കല്യാണ വീട്ടിൽ നിങ്ങൾ കയ്യിലെടുത്തോണ്ട് പോ. പോട്ടെ, കല്യാണ വീട്ടിൽ കയ്യിലെടുത്തോണ്ട് പോ. പോട്ടെ, മാർക്കറ്റ് കയ്യിലെടുത്തോണ്ട് പോ. സുഹൃത്തുക്കളെ, ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി പോകുമ്പോ നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് പോ. അപ്പൊ അത്രയും വില പോലും ഇല്ലേ അള്ളാക്ക്? അള്ളാഹ് അത്രയും വില പോലും ഇല്ലേ? ഈ കയ്യിൽ കൊടുത്തോണ്ട് കല്യാണത്തിന് പോകൂല, മരിച്ച വീട്ടിൽ പോകൂല, യാത്ര ചെയ്യൂല. പക്ഷെ അള്ളാന്റെ അടുക്കൽ വരുമ്പോ ഒരുമാതിരി കീറിയ ട്രൗസർ ഇട്ടുകൊണ്ട് വരണത്, ഇതെന്ത് വൃത്തികേട്. അപ്പൊ കല്യാണ വീട്ടിലുള്ള ജനങ്ങളുടെ വില പോലും അള്ളാഹ്ക്കില്ല എന്നർത്ഥം. നഊദു ബില്ലാഹ്, അള്ളാഹ് കാക്കട്ടെ. യാ ബനീ ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഓരോ നമസ്കാര വേളയിലും നിങ്ങളുടെ വസ്ത്രങ്ങളെ നിങ്ങൾ നന്നാക്കിൻ, ശുദ്ധിയാക്കിൻ, നല്ല വസ്ത്രം ധരിക്കിൻ. അതാണ് ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇൽബിസു സിയാബൽ ബീർ ഫഇന്നഹാ അത്ഹറു വഅത്യബു വകഫിനു ഫീഹാ മൗതാകും. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുവിൻ, വെള്ള വസ്ത്രം ധരിക്കുവിൻ. വെള്ള വസ്ത്രമാണ് ബർക്കത്തുള്ള വസ്ത്രം, അത് ശുദ്ധിയുള്ളതാണ്, വൃത്തിയുള്ളതാണ്. വകഫിനു ഫീഹാ മൗതാകും. നിങ്ങളുടെ ജനാസ, നിങ്ങളുടെ മയ്യത്ത് ആ വെള്ള തുണി നിങ്ങൾ പൊതിയണേ. അത് നമ്മൾ കേൾക്കും, അത് ഉറപ്പാ ആ കാര്യം. ഇനി വാപ്പിച്ച ഏത് ചൈന സിൽക്കിന്റെ വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നാലും വാപ്പ മരിച്ചു കഴിഞ്ഞാല് കേവലം 21 രൂപ 50 പൈസ വിലയുള്ള കീറിയാൽ പൊടി പറക്കുന്ന ആ വെള്ള തുണിയിലായിരിക്കും വാപ്പാടെ മയ്യത്ത് പൊതിയുക. അവിടെ റസൂലുള്ളാന്റെ വാക്ക് കേൾക്കും. മരിക്കുമ്പോ, ജീവിച്ചിരിക്കുമ്പോ എന്താ കേൾക്കാത്തത്? ജീവിച്ചിരിക്കുമ്പോ റസൂലുള്ളാന്റെ വാക്ക് കേൾക്കണമെന്ന് നമ്മൾ പറയുന്നതാണ് ഇപ്പൊ ഈ കുഴപ്പം. ജീവിച്ചിരിക്കും റസൂലുള്ളാഹിയുടെ വാക്ക് നിങ്ങൾ കേൾക്കണം. എന്നാ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ സഹായം നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ പ്രശ്നമായി. മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല പിന്നെ ഒന്നും. അതുകൊണ്ട് വെള്ള വസ്ത്രം ധരിക്കിൻ, ജീവിച്ചിരിക്കുമ്പോഴും ധരിക്കിൻ, മരിക്കുമ്പോഴും ധരിക്കിൻ. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം സിവാക്ക്, മിസ്വാക്ക് ചെയ്യുക നബിമാ പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. അത്തർ നബിമാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. നാലാമത്തെ കാര്യം നിക്കാഹ്, കല്യാണം കഴിക്കൽ നബിമാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. അതാണ് അന്നിക്കാഹു മിൻ സുന്നതി, നിക്കാഹ് എന്റെ സുന്നത്താണ്. من أراد أن يلقى الله طاهرا مطهرا فليتزوج. പരിശുദ്ധ മനസ്സോടുകൂടി അള്ളാന്റെ ദർബാറിലേക്ക് പോകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. നല്ല മനസ്സോടെ അള്ളാന്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ, ശുദ്ധ മനസ്സോടുകൂടി അള്ളാന്റെ അടുക്കലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? വിവാഹം കഴിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നബിതങ്ങൾക്ക് പുറത്തു കൊടുത്തിരിക്കുകയാണ്. നബിതങ്ങൾ എത്രയോ ഉന്നതനായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നമുക്കും ആ ഒരു പദവിയിലേക്ക് എത്തിപ്പെടണമല്ലോ. അതുകൊണ്ട് 3 കൂട്ടർ തീരുമാനിക്കുകയാണ്. ജാഅ സലാസതു റഹത്തിൻ ഇലാ ബുയൂതി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പേർ ഒരു സംഘത്തിലെ നബിതങ്ങളുടെ പത്നിമാരുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. എന്തിനാണ്? യസ്അലൂന ഇബാദത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി, നബിതങ്ങളുടെ ആരാധനാ ക്രമങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് നമുക്കും കൂടി അമൽ ചെയ്യാമല്ലോ എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഈ 3 പേർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള സഹാബത്തുകളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടിനെ ലക്ഷ്യമിട്ട് പോയി. നബിതങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് അവർ ചോദിച്ചു. ഫലമ്മാ ഉഖ്ബിറൂ കഅന്നഹു തഖാല്ലൂനഹാ, നബിതങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയപ്പെട്ടു, നബിതങ്ങളുടെ ഇബാദത്ത് ഭയങ്കരമാണ്, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, അത് ഭയങ്കരം തന്നെ.
ഉടനെ ഇവർ മൂന്നുപേരും കൂടെ തീരുമാനിച്ചു, നബിതങ്ങളിൽ നിന്ന് നമ്മൾ എത്രയോ ദൂരമാണ്. അല്ലാഹു അക്ബർ. നബിയുടെ മുമ്പും പിമ്പുമുള്ള സകലമാന പാവങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. നബിതങ്ങളുടെ കൂട്ടത്തിൽ ആ പദവിയിലെത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. വഖാല അഹദുഹും, അവരിൽപ്പെട്ട ഒരാൾ ഒരു തീരുമാനമെടുത്തിട്ട് പറയുകയാണ്, അമ്മാ ഫാന ഉസല്ലി ഫലം അർഖുദു, ഞാൻ ഇനി ഉറങ്ങുന്നേ ഇല്ല, ഞാൻ ഇനി നിസ്കരിക്കാൻ തുടങ്ങാൻ പോവാ. എനിക്ക് ഉറക്കം വേണ്ട. കാരണം എന്താ? നബിതങ്ങളുടെ പദവി വലുത്. ആ ഒരു ദർജയിൽ അവിടെ എത്തിപ്പെടണമെങ്കിൽ എനിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്നാൽ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇനി ഉറക്കമൊക്കെ ഒഴിവാക്കിയിട്ട് നമസ്കരിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. വഖാല അൽ-ആഖിർ, മറ്റേയാൾ പറഞ്ഞു, ഞാൻ ഇനി കാലം മൊത്തം നോമ്പ് വയ്ക്കാൻ പോവാ. ഞാൻ ഇനി നോമ്പും വിടുന്ന പ്രശ്നമേ ഇല്ല. സ്വർഗത്തിൽ പോണം. ഞാൻ ഇനി നോമ്പ് വിടുന്ന പ്രശ്നമേ ഇല്ല. എപ്പോഴും ഞാൻ നോമ്പ് പൂർണ്ണമായിട്ട് നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ആള് പറയുകയാണ്, അന അഅ്തസിലുൻ നിസാ ഫലം അതസവ്വജ്, ഞാൻ ഇനി വിവാഹം കഴിക്കുകയില്ല. ഞാൻ സ്ത്രീകളെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലാ തസവ്വജ്, ഞാൻ വിവാഹം കഴിക്കുകയില്ല. സ്ത്രീകളെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഖാല, ചോദിക്കുകയാണ്, അൻതുമുല്ലദീന ഖുൽതും കദാ വ കദാ, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ ഇനി കല്യാണം കഴിക്കൂല, ഞാൻ ഇനി ഉറങ്ങൂല, ഞാൻ ഇനി നോമ്പ് വിടൂല എന്നൊക്കെ നിങ്ങളാണോ പറഞ്ഞത്? ഖാലൂ നഅം, അതേ നബിയേ, ഞങ്ങളാണ് പറഞ്ഞത്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എങ്കിൽ കേട്ടോ, അമാ വല്ലാഹി, അറിഞ്ഞോ, അല്ലാഹു ആണ് സത്യം, ഇന്നി ലഅഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹു, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ്, നിങ്ങളൊന്നുമല്ല. നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ 10 മടങ്ങ് ഞാനാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നത്. വലാകിന്നി, പക്ഷേ ഞാൻ അസൂമു, നോമ്പ് പിടിക്കുന്നു, വഅഫ്തിറു, ഞാൻ നോമ്പ് വിടുന്നു, വഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നു, വഅർഖുദു, ഞാൻ ഉറങ്ങുന്നു, വഅതസവ്വജുൻ നിസാ, ഞാൻ വിവാഹം കഴിക്കുന്നു. ഫമൻ റഗിബ സുന്നതി, ആരൊരാൾ എന്റെ ഐച്ഛികത്തിൽ നിന്ന് പിന്മാറുന്നുവോ, വിവാഹം കഴിക്കാതെ ഒഴിവാകുന്നുവോ, ഫലൈസ മിന്നീ, എന്റെ മില്ലത്തിൽപ്പെട്ടവനല്ല, എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല. തീർന്ന. ഇത്രയും നമസ്കാരവും ഇബാദത്തും നോമ്പും എല്ലാം അമലുകളും ചെയ്യുന്ന നബിതങ്ങൾ പറയുകയാണ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ ഞാൻ കല്യാണം കഴിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഈ മാർഗത്തിൽ നിന്ന്, എന്റെ മാർഗത്തെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണം, ഇല്ല എങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണ്ട. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ നിക്കാഹ്, എന്റെ ഈ ഐച്ഛികത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവായാൽ അവൻ എന്റെ സുന്നത്തിനെ ഹയാത്താക്കാത്തവനാണ്. നഊദു ബില്ലാഹ് കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിക്കൽ നിർബന്ധമായ ഒരു കടമയാണെന്ന് മനസ്സിലാക്കിക്കോ. ഇനി വെച്ച് നീട്ടണ്ട. ഇത്ര നാളും അറിയാതൊക്കെ സംഭവിച്ചു പോയി. എത്രയും പെട്ടെന്ന് നാളെ തന്നെ പോയി കാര്യങ്ങൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് വേണ്ടി എല്ലാവരും ഒരു പ്രതിജ്ഞയോടെ വേണം പോകാൻ. എന്താ പ്രശ്നം? പുലൂസ് മാഫി. എന്നാ അല്ലാഹു പറയാണ്, നിനക്ക് ഞാൻ പുലൂസ് തരാം, നിങ്ങൾ നീ പെണ്ണ് കെട്ടിക്കോ. وَأَنكِحُوا الْأَيَامَ مِنكُمْ وَالصَّالِحِينَ مِنْ عِبَادِكُمْ وَإِمَائِكُمْ إِنْ يَكُونُوا فُقَرَاءَ يُغْنِهِمُ اللَّهُ مِنْ فَضْلِهِ وَاللَّهُ وَاسِعٌ عَلِيمٌ. അല്ലാഹു തആല പറയുകയാണ് ഇവിടെ, നിങ്ങളിൽപ്പെട്ട അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് സുഹൃതവാന്മാരും സുഹൃതവതികളും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ അടിമകളിൽ നിന്നും സ്വതന്ത്രരിൽ നിന്നുമുള്ളവരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഹ്വാനം ചെയ്യണം, പ്രചോദനം ചെയ്യണം, കല്യാണം കഴിപ്പിക്കണം.
ഒരുപക്ഷെ അവർ സാധുക്കളാണെങ്കിൽ, ദരിദ്രന്മാരാണെങ്കിൽ അല്ലാഹു അവന്റെ മഹത്തായ ഔദാര്യത്താൽ അവരെ ധന്യതയിലേക്കും സാമ്പത്തിക മേഖലയിലേക്കും തള്ളിവിടുന്നതാണ്. കല്യാണം കഴിച്ചാല് നിങ്ങൾ പണക്കാരനാവുമെന്ന് സാരം. ശരിയാ, ഇന്നത്തെ സാഹചര്യത്തിൽ ഉറപ്പാത്. എല്ലാരും ആഗ്രഹിക്കുന്ന കട ഉണ്ടെങ്കിൽ തീരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, പെണ്ണ് കെട്ടുക. കാരണം എന്താ, ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അതിനിപ്പോ എങ്ങനെയാ ഇപ്പൊ കട, നിനക്കിപ്പോ ജോലി വേണ്ടേ? കഷ്ടം. ഒരു വിസിറ്റിംഗ് വിസാല് ദുബായിൽ പോകും, 2-3-4 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഇപ്പൊ ഫോർ രജിസ്ട്രേഷൻ കാർ സ്കോഡ വരെ ഒരു ദിവസം 2000 റുപ്യ കൊടുത്താൽ വാടകയ്ക്ക് കിട്ടും. അത് ഇങ്ങോട്ട് വന്നെടുക്കും. നോക്കുമ്പോ ചുവന്ന ബോർഡ് ഫോർ സ്കോഡയിലൊക്കെ, അതും എടുത്തോണ്ടാ പെണ്ണ് കാണാൻ പോവാ. ആര് വിസിറ്റിംഗ് വിസ ഇപ്പൊ അവിടെ ക്യാൻസൽ ആയിട്ടാ തിരിച്ചു വരുന്നത്. എന്താ ജോലി? ദുബായിലാ. ദുബായ് എന്ന് കേട്ടാൽ മതി. അവിടെ മുനിസിപ്പാലിറ്റി ആണല്ലോ, ഒന്നും വിഷയമൊന്നുമല്ല. ദുബായ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മതി. ഇപ്പൊ സ്കോഡായിലല്ലേ വന്നിട്ട് ചെറുക്കം വേണമെങ്കിൽ ഓടിച്ചോണ്ട്, അല്ലെങ്കിൽ ഒരു ടൈ ഒക്കെ ഇട്ട് സൂട്ടൊക്കെ ഇടാം. ഇത് വലിയ പാടാണ്. ഇന്ന് എല്ലാ ഈ ബംഗാളികൾ കൊണ്ടുവന്ന് ഓരോരുത്തർ യൂസ് ചെയ്തത്, യൂസ്ഡ് ഷർട്ട് വിൽക്കുന്ന സ്ഥലമുണ്ട്. ഇതെല്ലാം കിട്ടും സംഭവം. ഇതെല്ലാം അങ്ങോട്ട് വാങ്ങി അങ്ങോട്ട് ഇട്ടിട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് പോയി ഇവിടത്തേക്ക് പെട്ടെന്ന് പോകും. നിങ്ങളുടെ സ്റ്റാറ്റസിന് നമുക്ക് പറ്റൂല. അല്ല, അത് കുഴപ്പമില്ല, നിങ്ങളുടെ കഴിവനുസരിച്ച് എന്നാൽ മതി. ഞങ്ങൾ അങ്ങനെ ഒന്നും ചോദിക്കാറൊന്നുമില്ല. സ്ത്രീധനമൊന്നും നമുക്ക് അതിൻ്റെ അങ്ങനെ ചോദിച്ചു വാങ്ങലൊക്കെ ഒരു തെറ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട. ചിലരൊക്കെ എന്തെന്നറിയോ, ചോദിക്കാൻ മടിയുള്ളത് കൊണ്ട് ഒരു പെണ്ണ് മാത്രവും പുറമ്പോക്ക് മാത്രമുള്ള സ്ഥലം പോയി നോക്കും. ഒറ്റ പെണ്ണ്. ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലോ. ഈ ഹൈവേയുടെ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ, കുറ്റിവട്ടം മുതൽ അങ്ങ് കന്നേറ്റി വരെ ഒക്കെ ഈ പെണ്ണിൻ്റെ പേർക്കാം. പിന്നെ അതിനവിടെ ചോദിക്കേണ്ട കാര്യം? നമ്മൾക്ക് ചോദിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇവിടെ ചോദ്യമൊന്നുമില്ല. അത് വലിയ ഐഡിയ ആണ്. ഓരോരുത്തർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എന്ന് കറങ്ങിയൊക്കെ നോക്കും. നല്ല ഒരു കാതലിൽ കയറി പിടിക്കും. അപ്പൊ ചോദ്യമില്ല, ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് വീട്ടുകാരങ്ങോട്ട് മനസ്സിലാവും, നല്ലൊരു ഇതൊക്കെയാണല്ലോ, നമുക്കൊന്ന് ആലോചിച്ചേക്കാം. അപ്പൊ അന്വേഷിക്കും. ഓടിപ്പോയിട്ട് എങ്ങനെയുണ്ട്, അവൻ ദുബായിലായിരുന്നു, വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി, വന്ന് വണ്ടിയൊക്കെ എടുത്തു, ഞങ്ങൾക്കറിയില്ല. വാടകയ്ക്ക് വണ്ടി കിട്ടുമെന്നോ, അല്ലെങ്കിൽ ഇവ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങടുത്തേ പോയി ചോദിക്കുള്ളൂ. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ശരിയോ, ദുബായിൽ നിന്ന് വന്ന വരക്കൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇത് പെതുക്കെ പെട്ടെന്ന് നല്ലൊരു ആലോചനയൊക്കെ വന്ന് അൽഹംദുലില്ലാ അവന്റെ കടവും കാര്യങ്ങൾ എല്ലാം എടുത്ത് കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വണ്ടി വിൽക്കാൻ പോവാ. അതെന്താ വണ്ടി വിൽക്കാൻ കിടക്കട്ടെ, എൻ്റെ അനിയന്മാരൊക്കെ അല്ല, ഇത് സ്കോഡായ ഒരു ഗ്ലാസ്, സൈഡ് ഗ്ലാസ് പൊട്ടിയാലേ ഈ 18,000 രൂപ അതിൻ്റെ വില. എൻ്റെ അനിയന്മാർ മുടക്കുമോ, അവന് റീചാർജ് ഇറക്കാൻ പൈസ ഇല്ലായിരിക്കുന്നതിൻ്റെ അടുത്ത് അങ്ങനെ അത് മുടക്കിയ, അതുകൊണ്ട് നമുക്ക് വിറ്റിട്ട് പോവാം, ഞാൻ വന്നിട്ട് വീണ്ടും എടുത്തോളാം. പാവം അറിയുമോ ഇത് വാടകയ്ക്ക് എടുത്താന്ന്, ഇല്ലെങ്കിൽ വാടകക്കാരൻ വന്ന് ഹൽക്കന് പിടിക്കൂലേ. അപ്പൊ ഇത് കൊടുത്തിട്ട് മൂപ്പിലാൻ കയറി അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് ഒരു വിസ എടുത്തിട്ട് പോകും. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നടക്കുന്നത്. അങ്ങനെ ആളിന്റെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കാതെ, തിരക്കാതെ ഒരു പെണ്ണിനെ പിടിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, പിന്നെ അങ്ങോട്ട് ഇടങ്ങേറുവാവുക. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം, മനസ്സിലാക്കണം. തീർച്ചയായും അവന്റെ സ്വഭാവം, അവളുടെ സ്വഭാവം, അവളുടെ കുടുംബ മഹിമ, ഇവിടെ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കണം. അത് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കാൻ, ഇസ്തശാറ റജുലുൻ ഫീ ദാവൂദ ഫി തസ്വീജ്, കല്യാണത്തിന്റെ വിഷയത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ആലോചിച്ചു, ഇതുപോലെ ഒരു കല്യാണം കഴിക്കുന്ന കാര്യം അന്വേഷിക്കാനാണ്, എന്താണ് അഭിപ്രായം? ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സൽ സുലൈമാനായ എന്റെ മോന്റെ അടുത്ത് ചോദ്യര്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവസ്ഥ എപ്പോഴാ? വഹു അബ്നു 7 സിനീൻ, 7 വയസ്സ്. വഹു അബ്നു 7 സിനീൻ, 7 വയസ്സ് പ്രായമേ ആയുള്ളൂ. ആര്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 7 വയസ്സ്. വഹു യൽഅബു മഅ സബിയാൻ, അവൻ കുട്ടികളായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. ആ ചെങ്ങാതി അടുക്കൽ പോയിട്ട് ചോദിക്കാൻ, കല്യാണം കഴിക്കാൻ പോകുന്നു. 7 വയസ്സുകാരൻ ചെറുക്കൻ്റെ അടുക്കൽ പോയി ചോദിക്കാൻ വാപ്പ് പറഞ്ഞു വിടുകയാണ്. എന്തായാലും ഒരു പ്രവാചകന്റെ വാക്കാണല്ലോ, പോകണമല്ലോ. അദ്ദേഹം പോയി ആ ചെറുക്കനെ കണ്ടുപിടിച്ചു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. അപ്പൊ നോക്കിയപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ല, കുതിരയും ആനയൊക്കെ കളിക്കുന്ന പോലെ യർക്കബ് മാസബിയാൻ, ഒരുത്തന്റെ കൂടെ അപ്പൊ ഇങ്ങനെ കയറി കുതിര കളിച്ചോണ്ടിരിക്കുക, ഒന്നിന്റെ മോളി ഒന്നായിട്ട് ഇങ്ങനെ ആട്ടിട്ട് വിളിച്ചു, മോനെ ഞാൻ പെണ്ണ് കെട്ടാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് അഭിപ്രായം? നാണമുണ്ട്, ലജ്ജയുണ്ട്, എങ്കിലും അദ്ദേഹം പറഞ്ഞു വിട്ടാണല്ലോ, ചോദിക്കാതിരിക്കാൻ പറ്റുമല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് അപ്പൊ അഭിപ്രായം? കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു,
അലൈക ബിൽ ഫില്ലത്തിൽ ബൈളാ, അലൈക ബിൽ ഫില്ലത്തിൽ ബൈളാ അവിൽ അഹ്മർ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നല്ല വെള്ളയെയും വെള്ളിയെയും, നല്ല വെളുപ്പുള്ള തൂവെള്ളയായ വെള്ളിയെയും നല്ല ചുവന്ന സ്വർണത്തെയും നീ മുറുകെ പിടിച്ചുകൊള്ളുക. അലൈക ബിദ്ദഹബിൽ അഹ്മർ വൽ ഫില്ലത്തിൽ ബൈളാ. നല്ല സ്വർണം, നല്ല ചുവന്ന സ്വർണം, നല്ല വെളുത്ത വെള്ളി, ഇതിനെ നീ മുറുകെ പിടിക്കുക. വഹ്ദർ, നീ ഒഴിവാക്കുക. അൽ ഫറസ, കുതിരയെ ഒഴിവാക്കുക. ഒരു പിടുത്തവും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ വലം യഫ്വം, അദ്ദേഹം ഒന്നും മനസ്സിലായില്ല. ഇതെന്ത് വെള്ളിയും സ്വർണവും ഒക്കെ, അത് കല്യാണം ആലോചിച്ചിട്ട് എടുക്കുന്ന കാര്യമല്ലേ ഈ വെള്ളിയും സ്വർണവും ഒക്കെ. ഇതൊന്നും ഒന്നും പിടികിട്ടിയില്ല. ഇദ്ദേഹം നേരെ പോയി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുക്കലേക്ക് പോയി. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാനിങ്ങനെ പോയി മകനോട് ചോദിച്ചു. മകൻ പറഞ്ഞു, അലൈക ബിദ്ദഹബിൽ അഹ്മർ വൽ ഫില്ലത്തിൽ ബൈളാ വഹദറിൽ ഫറസ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. ശരി, അത് മതി, എനിക്ക് അലൈക ബിദ്ദഹബിൽ അഹ്മർ എന്ന് പറഞ്ഞാൽ കന്യകയെ നീ തെരഞ്ഞെടുക്കുക എന്നർത്ഥം. വൽ ഫില്ലത്തിൽ ബൈളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധവയെ നീ തെരഞ്ഞെടുക്കുക എന്നർത്ഥം. കന്യക അല്ലെങ്കിൽ വിധവയെ. അതല്ലാത്ത വഹദറിൽ വമാ വറാഅഹുമാ, ഇത് രണ്ടുമല്ലാത്തത് കോഷ്ടി കാണിക്കുന്ന കുതിരയാണ് എന്നർത്ഥം. ഒന്നുകിൽ വിധവ അല്ലെങ്കിൽ കന്യക എന്ന് പറഞ്ഞാൽ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ദീനിയായ നിലയിൽ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു ഭർത്താവിനെ മനസ്സിലാക്കുന്ന, ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് എല്ലാ ബോധവുമുള്ള പെണ്ണായിരിക്കണം നീ തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാത്ത പെണ്ണിനെ നീ തിരഞ്ഞെടുത്താൽ കോഷ്ടി കാണിക്കുന്ന കുതിരയായി മാറും. അതായിരിക്കും നിന്റെ പര്യവസാനം എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഭിപ്രായത്തെ മാനിച്ച് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യമായി അവൻ പെണ്ണിനെ കണ്ടു തന്നെ വിവാഹം കഴിക്കണം. പെണ്ണ് കാണൽ ചടങ്ങ് അത് ഇസ്ലാമിന്റെ ചടങ്ങാണ്. പക്ഷെ ഇന്നത്തെ കൂട്ട് അനാവശ്യ ആർഭാട ചടങ്ങല്ലാതെ ഒരു കല്യാണത്തിന്റെ ചെലവാണ് ഒരു പെണ്ണ് കാണുന്നതിന് ഓരോ ടൗണിലെ മുതലാളിമാര് ചെലവ് ചെയ്യുന്നത്. കൊല്ലം പട്ടണത്തും തിരുവനന്തപുരം പട്ടണത്തും ഒക്കെ പരിശോധിച്ചാൽ കല്യാണത്തിന് പെണ്ണ് കാണുന്ന ചടങ്ങ്, പേര് തന്നെ പെണ്ണ് കാണൽ ചടങ്ങ്, ഒരു കല്യാണത്തിന്റെ ദൂരത്താണത്. വിടില്ല അല്ലാഹു, നാളെ പടച്ചവൻ ചോദിക്കും അതിനെ കുറിച്ച്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളീൻ, പെണ്ണ് കാണൽ ചടങ്ങ് അത് ലളിതമായ മാർഗത്തിലായിരിക്കണം, ലളിതമായ രീതിയിലായിരിക്കണം. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഖതബതു ഇംറഅതൻ, ഞാനൊരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തി നബിയേ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകനോട് മുഗീറത്ത് ബിൻ ശുഅബ ചോദിച്ചു. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ഹൽ നളർത ഇലൈഹാ, നീ ആ പെണ്ണിനെ കണ്ടോ മുഗീറ, നീ ആ പെണ്ണിനെ കണ്ടോ മുഗീറ എന്ന് ചോദിച്ചപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഞാൻ കണ്ടില്ല നബിയേ. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫൻളുർ ഇലൈഹാ, നീ അവളെ കാണണം, നീ അവളെ കാണണം. എന്തിനാണാവോ അങ്ങനെ കാണുന്നത്? ഫഇന്നഹു അഹ്റാ അയ്യൂദമ ബൈനകുമാ, ദാമ്പത്യ ജീവിതം രൂഢമൂലമാകുന്നതിന് വേണ്ടി പെണ്ണ് കാണൽ ചടങ്ങ് അത്യന്താപേക്ഷിതമാണ്. അതല്ലാതെ ഒരു ഫോട്ടോ കണ്ടിട്ടൊന്നും പെണ്ണ് കണ്ടിട്ട് കാര്യമില്ല. ഗൾഫിൽ നിൽക്കുന്ന ചങ്ങാതിക്ക് ഇവിടുന്ന് വാപ്പ ഫോട്ടോ അയച്ചു കൊടുക്കും, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഫോട്ടോ കൊടുക്കും. പെണ്ണിന്റെ പല്ല് തെള്ളിയതാണോ അകത്തോട്ടിരിക്കുന്നതാണോ, പല്ലുണ്ടോ, എന്തായാലും ചിരിച്ചോണ്ട് ഫോട്ടോ ഒന്നും എടുക്കൂലല്ലോ. അതേപോലെ കുഴിയുണ്ടോ ഗട്ടറുണ്ടോ ടാറിട്ടതാണോ, ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ അതും പറ്റൂല. ഇതൊക്കെ എല്ലാം ബ്യൂട്ടീഷ്യനിൽ പോയി, ബ്യൂട്ടി പാർലറിൽ പോയി എല്ലാം ചെയ്ത് ഗട്ടറൊക്കെ നികത്തി ടാറൊക്കെ ഇട്ട് വെള്ളയൊക്കെ വൈറ്റ് വാഷ് ഒക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ടായിരിക്കും കൊടുത്ത് അങ്ങോട്ട് വിടുന്നത്. എങ്ങോട്ട്? ദുബായിലേക്ക്. അവൻ ഒറ്റ നോട്ടത്തിൽ അറ്റാക്ക് വന്നില്ല എന്നേ ഉള്ളൂ. അവന് ജോലിയും വേണ്ട, ഒന്നും വേണ്ട, വാപിച്ച പെട്ടെന്ന് കബൂലാക്കര്, ഒരു പൈസയും ചോദിക്കണ്ട, ഒന്നും ചോദിക്കണ്ട, തീർന്ന്. ഇവിടെ വന്ന് നേരിട്ട് എന്നാ ഒന്ന് പോയി കാണട്ടെ എന്ന് പോകുമ്പോഴായിരിക്കും ഇന്ദ്രൻസിന്റെ മോന്തയുടെ കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ ഒരു കോലമായിരിക്കും അല്ലേ. പിന്നെ പ്രശ്നമായില്ല, അവിടെ അവൻ മാനസികമായി തളരൂലേ.
മാനസികമായി അവൻ തളർന്നു പോകൂലേ? അതുകൊണ്ട് ഫോട്ടോ കണ്ട് നീ അങ്ങ് വാക്ക് കൊടുക്കണ്ട പെണ്ണുങ്ങൾക്ക്. നീ വന്ന് നേരിട്ട് കാണു പെണ്ണിനെ. പെണ്ണിന്റെ അവസ്ഥ നീ കാണ്. പെണ്ണിനെ കാണാൻ വരുമ്പോൾ നമ്മൾ 10-15 പേരെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകണ്ട. ഒരു ടാറ്റാസുമോ നിറച്ചു അങ്ങ് ആള്. ഇയാള് മൂപ്പിലാങ്കാരെ ഫ്രണ്ടിയിരിക്കും. ബാക്കിയുള്ള മക്കൾ കൂട്ടുകാരൊക്കെ അളിയ എല്ലാ അളിയന്മാരാ. പെണ്ണ് കെട്ടാൻ പോയിട്ടാണ് അവിടുന്ന് അളിയൻ തുടങ്ങുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളെല്ലാം അളിയന്മാരാണ്. റോഡിൽ കൂടെ പോകുന്നവരും വരുന്നവരും നിൽക്കുന്നവരും ഇരിക്കുന്നവരും എല്ലാ അളിയന്മാരും. പണ്ട് ഒരു പെണ്ണിനെ കെട്ടിയ പെണ്ണിന്റെ ആങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളിയാന്നൊക്കെ പറയും. ഇപ്പൊ എല്ലാവരും അളിയന്മാർ. അങ്ങനെ പോയി പെണ്ണ് കാണാൻ കൊണ്ടുപോകുമ്പോഴോ ഇവൻ പറയുന്നത് എന്താ? അളിയാ, ഞാൻ മുഖത്തോട്ടേ നോക്കാൻ പറ്റുള്ളൂ, നീ ബാക്കിയുള്ള ഭാഗത്തോട്ടൊക്കെ നീ നോക്കണം, എനിക്കൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പെണ്ണിൻ്റെ അടുത്ത് മാത്രം ഒന്ന് ചോദിക്കും പേരൊക്കെ, അല്ല നമുക്കൊന്നും ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പം മുടി എത്രയുണ്ട്, ഉപ്പൂറ്റിയൊക്കെ വെടിച്ചു കീറിയതാണോ, അവള് കാലൊക്കെ തേച്ച് കഴുകുന്നവളാണോ, ഇത്യാദി കാര്യങ്ങളൊക്കെ നീ നോക്കണം. ബാക്കിയുള്ള പറഞ്ഞ് നിരത്തിയിരിക്കുക. നാണമില്ലേ? ചൊവ്വാഴപ്പഴവും നാരങ്ങ വെള്ളവും കുടിക്കാൻ വേണ്ടിയിട്ട് ആണ് ഏറ്റവും കുറഞ്ഞതൊക്കെ കൊണ്ട് കൊടുക്കുള്ളത്. ആദ്യമൊക്കെ ഈ ഫ്രൂട്ട് സലാഡൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കെട്ടിയില്ലെങ്കിലോ 10-25 രൂപ നഷ്ടമല്ലേ. ഷാർജ ജ്യൂസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വേണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് 3 രൂപ നാരങ്ങ വെള്ളം, സോഡാ നാരങ്ങ വെള്ളമെങ്കിൽ സോഡാ നാരങ്ങ വെള്ളം അതങ്ങോട്ട് കൊടുക്കുക. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ പെണ്ണ് കാണുമ്പോൾ നമ്മുടെ മക്കളെ വീട്ടിനകത്തേക്ക് ഒരു മുറിക്കകത്തേക്ക് പെണ്ണിന്റെ ബാപ്പയുടെ സാന്നിധ്യത്തിൽ നിർത്തിയിട്ട് ഇവനെ അകത്തേക്ക് ക്ഷണിക്കണം. അകത്ത് പോയി പെണ്ണുമായിട്ട് സംസാരിക്കട്ടെ. എന്താ പേര്? സബീന. എത്ര പഠിച്ചു ഒക്കെ ചോദിക്കും. നിങ്ങളുടെ പേരും ചോദിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പരസ്പരം ചോദിക്കുമ്പോൾ നിങ്ങളുടെ രഹസ്യ രോഗങ്ങളും കൂടെ ഒന്ന് പറയണം. ചിലർക്ക് എന്താ പറയുക, രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മാരകമായ രോഗമൊന്നുമില്ല. ചിലർക്ക് ഷുഗർ കാണും, ഷുഗറിന്റെ അസുഖമുള്ളവർ കാണും. ചിലർക്ക് ഈ ജന്നിയുടെ ഒക്കെ അസുഖം, അപസ്മാരം, ഇതുപോലുള്ള രോഗങ്ങളൊക്കെ കാണും. ഇതിനൊക്കെ മരുന്ന് കഴിച്ച് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നവരായിരിക്കും. അപ്പൊ ഇത് പെട്ടെന്ന് പറഞ്ഞാൽ കല്യാണം നടക്കൂല. പിന്നെ കല്യാണം നടന്നതിന് ശേഷം എങ്ങാനും ബെഡ്റൂമിൽ വന്നിട്ട് നീ ഇങ്ങനെ വായെല്ലാം കൂടെ പതപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് കിടന്നാല് അത് ആകെ ഇടങ്ങേറാവും. അപ്പൊ അതുകൊണ്ട് പരസ്യമായിട്ട് രണ്ടുപേരും കൊണ്ട് ചോദിക്കുമ്പോൾ പറഞ്ഞേരെ, എന്താ എനിക്ക് ഷുഗർ ഉണ്ട്, അല്ല എനിക്ക് അപസ്മാരവും ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ രഹസ്യമായ രോഗങ്ങൾ നിങ്ങളത് പറയണം. പറയാതെ കണ്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുത്. അത് പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും. എത്രയോ ദമ്പതികൾ, എത്രയോ മാതാപിതാക്കൾ അവരുടെ മക്കളുടെ രഹസ്യ രോഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കല്യാണം നടത്തി കൊടുക്കുന്നു. പിന്നീട് അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് പറയും, അള്ളാഹു തരും. അള്ളാഹു കുട്ടികൾക്ക് ഏത് കുട്ടിക്ക് ആരെയാണോ കൊടുക്കേണ്ടത്, ഇത് പടച്ചവൻ എന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ദുഃഖിക്കേണ്ട, വ്യാകുലപ്പെടേണ്ട. പടച്ചവൻ അവരെ കൊണ്ടെത്തിക്കും ആ സ്ഥാനത്തേക്ക്. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ പറയണം. അവരാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരിച്ച് ഇറങ്ങി വരട്ടെ. അവനൊരു തീരുമാനം കാണും. പിന്നെ ആ കൈ ഇങ്ങനെ ഒന്ന് കാണിക്കണം. പെണ്ണിന്റെ കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ കൈത്തണ്ട ഇങ്ങനെ കൈയുടെ മുകൾ ഭാഗം കാണുമ്പോൾ പെണ്ണിന്റെ ശരീരത്തിന്റെ വടിവം, ആകാര സൗഷ്ഠവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. മെലിഞ്ഞതാണോ കൊഴുത്തതാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇതിങ്ങനെ കാണിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതേപോലെ തിരിച്ചു കാണിച്ചാൽ ഈ പെണ്ണിന്റെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ, മാനസിക സൗന്ദര്യം, മാനസിക ഐശ്വര്യം, ഇവളുടെ സ്വഭാവ മഹിമ എത്രത്തോളം ഉണ്ട് എന്ന് ഈ കൈയുടെ വെള്ളം നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയും. അതിനിങ്ങനെ ഒന്ന് കാണിക്കണം. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതൊന്നും ആരാ നോക്കുക? കയ്യൊക്കെ ഇങ്ങനെ കണ്ണിൽ കാലി ഇങ്ങനെ ഇതൊക്കെ ആരെങ്കിലും നോക്കുക? അതാ പറഞ്ഞത്, തുടക്കത്തിലേ പൊട്ടി. അതാണ് കുടുംബ പ്രശ്നം ശരിയാവാത്തത്. ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ പാലിക്കപ്പെടാത്തതിന്റെ പേരിലാണ് ആകമൊത്തം പ്രശ്നങ്ങൾ. ഇനിയെങ്കിലും പാലിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോ എന്താ നോക്കാനെ, കെട്ടി 5-6 മക്കളുമായി ഒന്നുമില്ല, പെണ്ണുമ്പിള്ളയുടെ കൈ രാത്രി പോയി പിടിച്ചു വെച്ച് നോക്ക് അങ്ങനെ ഉണ്ടെന്ന്. ഇനിയെങ്കിലും നീ നന്നാവ് പെണ്ണെ, നീ ഇത്ര നാളും ഇങ്ങനെ ആയി പോയി. എന്റെ കഴുത്തണ്ട കണ്ടാലേ അറിയാം നീ ശരിയല്ല എന്ന്. ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവൂ എന്നൊക്കെ എങ്കിലും ഒന്ന് ചുമ്മാ കൈക്ക് പിടിച്ചൊന്ന് പറഞ്ഞേരെ. അല്ലാ രാവിലെ ചായ ഇട്ട് തരൂല. അപ്പൊ അത് നോക്കണം, പെണ്ണ് കാണണം. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ തെരഞ്ഞെടുക്കേണ്ടത് ഈ കന്യകയായ പെണ്ണിനെയാണ്. അലൈക്കും ബിൽ അബ്കാർ ഫഇന്നഹുന്ന അഅദബു അഫ്വാഹാ വഅൻതഖു അർഹാമാ വഅർളാ ബിൽ യസീർ. കന്യകയായ പെണ്ണിനെയാണ് നീ തെരഞ്ഞെടുക്കേണ്ടത്. എന്താണാവോ? കന്യകയായ പെണ്ണിന് മാത്രമേ മധുരത്തിന്റെ ഭാഷ സംസാരിക്കാൻ കഴിയൂ. അവൾ മധുരഭാഷിണികളാണ്. അവൾ കൂടുതൽ പ്രസവിക്കുന്നവളാണ്. അവൾ അല്പം കൊണ്ട് തൃപ്തി അടയുന്നവളുമാണ്. കൂടുതൽ പ്രസവിക്കണം. തനാകഹു തവാലദു തകാസറു ഫഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ.
നമ്മൾ നിക്കാഹിന്റെ സദസ്സിൽ ഓതുന്ന ഹദീസാണ് ഇതൊക്കെ. നിങ്ങൾ വിവാഹം കഴിക്കിൻ, പ്രസവിക്കിൻ, അധികരിപ്പിക്കിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്തിന്റെ ആധിക്യം കണ്ടുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ സന്തോഷിക്കട്ടെ സന്തോഷിക്കട്ടെ. മഹ്ശറിൽ ഞാൻ സന്തോഷിക്കട്ടെ. 950 വർഷക്കാലം പ്രബോധനം ചെയ്ത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും വളരെ തുച്ഛമായ ജനതകളെ മാത്രമാണ് വാർത്തെടുക്കാൻ കഴിഞ്ഞത്. കേവലം 23 വർഷക്കാലത്തെ പ്രബോധനത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കോടിക്കണക്കിന് ജനങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒന്നിലോ രണ്ടിലോ നിങ്ങൾ സ്റ്റാപ്ലർ അടിച്ച് സ്റ്റോപ്പ് ചെയ്തേക്കല്ലേ, നിങ്ങൾ അങ്ങോട്ട് പ്രസവിച്ചോളി. ഏത് കുട്ടിയാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്നത് എന്നറിയില്ല. 10 മക്കൾ കാണും, ചിലപ്പോ ഒരുത്തനെ കൊണ്ടേ ഗുണം കാണുള്ളൂ. ഈ വാപ്പാക്കും ഉമ്മാക്കും ഒരുത്തനെ കൊണ്ടേ ഗുണം കാണുള്ളൂ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, കന്യക കൂടുതൽ പ്രസവിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഹീന സമിഅ ബി തസവ്വുജിഹി, നബി തങ്ങൾ ജാബിറിന്റെ വിവാഹത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഫഖാല ലഹു, ജാബിറിനോട് ചോദിച്ചു നബി തങ്ങൾ, ഫഹല്ലാ ബിക്റാ, ജാബിർ ഒരു വിധവയായ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. ജാബിർ റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ച കാര്യം നബി തങ്ങൾ അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫഹല്ലാ ബിക്റാ, ഒരു വിർജിൻ ലേഡിയെ ആയിക്കൂടായിരുന്നോ, ഒരു കന്യക ആയിക്കൂടായിരുന്നോ? തുലാഇബുഹാ വതുലാഇബുക, പരസ്പരം വിനോദം പങ്കിടാമായിരുന്നല്ലോ. ബൈക്കിലൊക്കെ വെച്ച് ഐസ്ക്രീം ഒക്കെ തിന്ന് ഒരു കപ്പലണ്ടിയൊക്കെ വാങ്ങി അവിടെ ബീച്ചിന്റെ സൈഡിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ ഇത്തരൊക്കെ കളിതമാശകളൊക്കെ പറയാൻ കന്യകയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ. ഇപ്പൊ വിധവയാണെങ്കിലോ അത് പറ്റുമോ? ഒരു കല്യാണം കഴിഞ്ഞ് അവരുടെ ദാമ്പത്യ ജീവിതമൊക്കെ കുറച്ചൊക്കെ അവരുടെ പകുതി മുക്കാലും ഒക്കെ ആസ്വദിച്ചത് ഇനി എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, കന്യകയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പ്രവാചകൻ ഉത്ബോധന നൽകുന്നു. ഇനി പെണ്ണ് കണ്ട് ഉറപ്പിച്ചു, കന്യക. ഈ പെണ്ണിനെ നമുക്ക് പിന്നെ കാണാവോ? ചിലർ ഈ പെണ്ണിനെയൊക്കെ കണ്ടതിന് ശേഷം ഉണ്ടല്ലോ, ഒരു മൊബൈലിലൂടെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകും. വിളിയോടെ വിളി 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 വിളി, രാത്രിയും പകലും ഇല്ലാത്ത വിളി. ഈ 6 മാസത്തെ വിളി കഴിഞ്ഞ് 7ാമത്തെ മാസം ചെറുക്കന്റെ വാപ്പ പറയുന്നു, മോനെ അത് തുക കുറവാട കുട്ടാ, ഞാൻ നല്ല തുകയുള്ളവരെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, അതങ്ങോട്ട് ഒഴിവാക്കിയേരെ മോനെ. 6 മാസത്തെ ഫോൺ വിളിയും പോയി. റീചാർജ് പോകുമ്പോൾ ഇവിടുന്ന് ചാർജ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് ഇങ്ങോട്ട് എന്നെ വിളിക്കണേ, ഇനി വിളിച്ചില്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ മിസ് കാൾ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം അങ്ങോട്ട്. നമുക്ക് അങ്ങനെ അത് ഹലാലാവോ സുഹൃത്തെ? നമുക്ക് ഈ പെണ്ണിനെ ഹലാലാക്കി തന്നോ? ഇല്ലല്ലോ. ഒന്ന് കണ്ടു സംസാരിച്ചു എന്നുള്ളതല്ലാതെ ഈ പെണ്ണിനെ നമുക്ക് ഹലാലാക്കി തന്നിട്ടില്ല. ഈ പെണ്ണ് നമുക്ക് ഹലാലായാൽ മാത്രമേ ഈ പെണ്ണുമായി സംസാരിക്കാൻ അനുവാദമുള്ളൂ. ഇന്നങ്ങോട്ട് വിളിക്കലല്ലേ. ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു, ഞാനോട് ബന്ധമുള്ള ഒരു സഹോദരനെ പറയാണ്, ഞാൻ 15,000 റിയാലിന് വിളിച്ചു ഉസ്താദെ 6 മാസം കൊണ്ട്. ഓ വലിയ സന്തോഷത്തോടെ അറിയാം. 15,000 റിയാൽ 2-2.25 ലക്ഷം റുപ്യ. പടച്ചവന് ഹൈവേയുടെ സൈഡിലങ്ങനെ 1 സെന്റ് വസ്തു വാങ്ങി ഇട്ടിരുന്നെങ്കിൽ 10 ലക്ഷം റുപ്യക്ക് ഇപ്പൊ വിൽക്കായിരുന്നു. ഈ പെണ്ണിനെ സംസാരിച്ചിട്ട് എന്താ കാര്യ? സംസാരിച്ചു കഴിഞ്ഞ് 6-7 മാസം സംസാരിച്ച് കല്യാണം കഴിഞ്ഞ് ഇനി എന്തോ സംസാരിക്കാനാ? ഉള്ളതെല്ലാം നമ്മൾ നേരത്തെ സംസാരിച്ചല്ല. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, നാളെ മലക്കറി വേണോ, പച്ചക്കറി വേണോ, ചാള വേണോ, മീൻ വേണോ, എന്താ നാളത്തെ കാര്യം, അടുക്കളയുടെ കാര്യം വല്ലതും ചർച്ച ചെയ്യും. ബാക്കിയെല്ലാം തീർന്ന് സംസാരിച്ച് കഴിഞ്ഞ് 2 ലക്ഷം റുപ്യക്ക് സംസാരിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോ വല്ല കഴുകല് പറിക്കല് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കട്ടെ. അതൊക്കെ തന്നെ പിന്നെ ഉള്ളതല്ല അല്ലേ? അല്ലാഹു അക്ബർ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംസാരിച്ച് നിങ്ങളുടെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ മധുരം, ആ ഒരു സന്തോഷം അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അത് കളയരുത്, അത് പിന്നീടത്തേക്ക് വേണ്ടി ബാക്കി വെക്കിൻ. അതുകൊണ്ട് അങ്ങനെ കല്യാണം കണ്ട് ആലോചിച്ച് ഖുതുബ നടത്തി പെണ്ണിന്റെ വാപ്പയുടെ കൈക്ക് പിടിച്ച് നിന്റെ കൈക്ക് പിടിച്ച് യോജിപ്പിച്ച് നിനക്ക് ഹലാലാക്കി തരുന്നത് വരെ ഈ പെണ്ണുമായിട്ട് നിനക്ക് ചങ്ങാത്തം വേണ്ട. പിന്നെ കാണണമെന്ന് തോന്നുമ്പോ ഒന്ന് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഖതബതു ഇംറാഅത, ഞാനൊരു പെണ്ണിനെ കണ്ടു, ഫകുന്തു അതഖബ്ബഉ ലഹാ, ഞാൻ അത് ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ് നബിയേ, ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇടയ്ക്കൊന്നും ഞാൻ പോയി അവളെ കാണാതെ ഞാൻ കാണും, കുഴപ്പമുണ്ടോ? നബി തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖതബ അഹദുകും ഇംറാഅതൻ ഫലാ ജുനാഹ അലൈഹി അൻ യൻളുറ ഇലൈഹാ വഇൻ കാനത് ലാ തഅലം. നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തിയാൽ അവൾ കാണാതെ അവളെ പോയി കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. സ്കൂളിലേക്കോ കോളേജിലേക്കോ വരുന്ന വഴിയിൽ നമ്മൾ ബൈക്ക് എവിടെയെങ്കിലുമൊക്കെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് അങ്ങ് പോകുമ്പോൾ അളിയ അതുകൊണ്ട് നമ്മൾ കാണല, ഒപ്പിച്ച് കാണിച്ചു കൊടുക്കല, അളിയ ദോ അത് എങ്ങനെയുണ്ട്, കൊള്ളാം അളിയ. അങ്ങനെയാണ് ഇവ മറ്റൊരാളുടെ അടുത്താ ചോദിക്കുന്ന അഭിപ്രായങ്ങൾ മൊത്തം. അപ്പൊ ഇവൻ രഹസ്യമായിട്ട് പോയി കാണാം. വൈൻകാനത്തിലാത്ത ആലം അവൾ അറിയില്ല എങ്കിലും. അപ്പൊ അങ്ങനെയാണ് അൽഹംദുലില്ലാ
അത്യാവശ്യം ഇത്രയൊക്കെ മതി. പിന്നെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ വേറെ ഒരാള് ഒരു ഇടങ്കോലിട്ടോണ്ടൊരു കല്യാണ ആലോചന ആ വീട്ടിലേക്ക് നടത്താവോ? ഇസ്ലാമിക മാനദണ്ഡം എന്താണ്? ഒരാളൊരു കല്യാണ ആലോചന നടത്തി, രണ്ടാലൊന്നും തീരുമാനമായില്ല, ഒന്നുകിൽ ഈ കല്യാണത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു, ഇല്ല എങ്കിൽ ഞങ്ങൾ പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഒരാഴ്ച കഴിയട്ടെ, ഒരു 2 ആഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ അതിനിടയ്ക്കോട്ട് വിടും പിന്നെ നമ്മൾ ഒരു ആലോചന നടത്താമോ? ഇല്ല. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ, മുഅ്മിനീങ്ങൾ പരസ്പര സഹോദരങ്ങളാണ്. മുഅ്മിനീങ്ങൾ പരസ്പര സഹോദരങ്ങളാണ്. ഒരു മുഅ്മിൻ അടുത്ത മുഅ്മിന്റെ സഹോദരനാണ്. ഫലാ ജുനാഹ അലൈഹി അൻ യഖ്തുബ ഖുത്ബത അഖീഹി ഹത്താ യദറ, ഒരു മുഅ്മിനെ അപേക്ഷിച്ചിടത്തോളം അവന് യോജിച്ച കാര്യമല്ല. ഫലാ ജുനാഹ അലൈഹി അൻ യഖ്തുബ അലാ ഖുത്ബതി അഖീഹി, ഒരു സഹോദരൻ കല്യാണ ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ അതിനെ അതിക്രമിച്ച് കയറി മറ്റൊരാൾ കല്യാണ ആലോചന നടത്തുക എന്നുള്ളത് ശരിയല്ല. ഹത്താ യദറ, ആദ്യത്തെ ആ ഒരു കാര്യം, ആ ചർച്ച ഉപേക്ഷിക്കുന്നത് വരെ, ആദ്യത്തെ ആ ഒരു ആലോചന അവർ ഉപേക്ഷിക്കുന്നത് വരെ നിങ്ങൾ അതിനെ അതിര് കടന്നുകൊണ്ട് അതിക്രമിച്ചുകൊണ്ട് രണ്ടാമതൊരു കല്യാണം അതിനിടയ്ക്ക് ആലോചിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഏകദേശമൊക്കെ നമുക്ക് പൂർണ്ണമായ നിലയിൽ ഇതൊക്കെ പറഞ്ഞു പോകുവാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. നമുക്ക് സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തീർക്കേണ്ടതുള്ളതുകൊണ്ട് മർമ്മപ്രധാനമായ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. വിവാഹത്തിന് മുമ്പ് നമ്മൾ അനുവർത്തിക്കേണ്ട മനസ്സിലാക്കേണ്ട മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ചു, ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനമെടുത്തു. പെണ്ണിന്റെ ഉത്തരവാദിത്തം പെണ്ണിന്റെ വാപ്പയുടെ അനുവാദം വാങ്ങണം, വാപ്പയുടെ ഉത്തരവാദിത്തം പെണ്ണിന്റെ അനുവാദം വാങ്ങണം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് പോയി കെട്ടാൻ പറ്റൂല. അപ്പൊ രജിസ്റ്റർ വിവാഹമൊക്കെ ഇടങ്ങേറായി. അയ്യുമാ ഇംറാത്തിൻ നകഹത് ബിഗൈരി നകഹത് നഫ്സഹാ ബിഗൈരി ഇദ്നി വലിഹാ ഫനികാഹുഹാ ബാത്തിലുൻ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു പെണ്ണ് സ്വമേധയാ യഥേഷ്ടം തന്റെ ബാപ്പാടെ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ കല്യാണം കഴിച്ചാൽ അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്. ശരിയാവൂല. അപ്പൊ പോയിട്ട് വാപ്പായെ വെട്ടിച്ചിട്ട് കഷ്ടപ്പെട്ട് വാപ്പ വളർത്തി, എടോ ചെറുപ്പം മുതലേ കൊണ്ടുവന്ന് നിനക്ക് ഹോർലിക്സും ബോൺവിറ്റായും എല്ലാ വിറ്റായും മേടിച്ചെന്ന് നിന്നെ കൊഴിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്ന് 12ാം ക്ലാസ് വരെ പഠിപ്പിച്ച് MBBS നിനക്ക് അഡ്മിഷൻ വാങ്ങി തന്ന് കൊള്ളാല്ല. വാപ്പാടെയും ഉമ്മാടെയും ഒരു അനുവാദം വേണ്ട, വാപ്പായും ഉമ്മായും വേണ്ട, എവരെങ്കിലും കണ്ടവർ ഒറ്റ ഓട്ടം. നോക്കണം, ഈ 10-18 വർഷം 19 വർഷം അല്ലെങ്കിൽ 20 വർഷം ഇവിടെ ഈ വാപ്പായും ഉമ്മയും കുടുംബക്കാരും എത്രത്തോളം സ്നേഹിച്ച് ചെലവിന് നൽകി അവളെ നോറ്റ് പോറ്റിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന് അവസാനം ഏതോ ഒരു ചെറുക്കൻ അവിടെ നിന്നൊരു കൊഞ്ഞണം കാണിച്ചപ്പം അത് കണ്ടിട്ട് ഒറ്റ പോക്ക് ഇല്ലേ? നിറികെട്ടവൾ. നീ പോയി അവനെ കല്യാണം കഴിച്ചാൽ വാപ്പാന്റെ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ നീ വിവാഹം കഴിച്ചാൽ ആ നിക്കാഹ് അസാധുവാണ്. പെണ്ണെ, നിങ്ങൾ നടത്തുന്നത് വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന്റെ പേരിൽ നാളെ നീ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. പിതാവിന്റെയും വാപ്പയുടെയും പൊരുത്തം നീ വാങ്ങാത്തതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തേണ്ടി വരും. ഇസ്ലാമിക ആദർശങ്ങളെ പണയപ്പെടുത്തിക്കൊണ്ട് അനിസ്ലാമിക ജീവിതത്തിന് നീ തുടക്കം കുറിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുക മാത്രമല്ല, മുഖം കുത്തപ്പെട്ട നിലയിൽ നാളെ ഖാറൂന്റെയും ഫിർഔന്റെയും ഹാമാന്റെയും കൂട്ടത്തിൽ നരകകുണ്ടാരത്തിലേക്ക് നീ വലിച്ചെറിയപ്പെടും. പെണ്ണെ, അതുകൊണ്ട് കരുതിയിരുന്നോ. നീയൊക്കെ നോക്കും, കുഴപ്പമില്ല, എന്നെ കൂടെ ഒക്കെ ജീവിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ. എവിടെങ്കിലും കൊണ്ടുവച്ച് നിന്റെ റൂഹ് പോയിട്ട് നിന്നെ കൊണ്ടുവന്ന് കുഴിയിലേക്ക് ഇറക്കി വെച്ച് നിന്റെ വായിലേക്ക് എല്ലാരും മണ്ണ് വാരിയിട്ടിട്ട് മടങ്ങിപ്പോയാൽ 2 മലക്കുകൾ വന്നിട്ട് അജ്ലസാക്കി നിന്നെ അവിടെ ഇരുത്തും, വൈഖലാക്കി ഉണർത്തും, വസഅലാക്കി നിന്നോട് ചോദിക്കും, ഓരോ ചോദ്യവും ചോദിക്കും. ആരാണടി പെണ്ണെ നിന്റെ റബ്ബ്? നീ ഇന്ന് വരെ അനുഷ്ഠിച്ച ജീവിത ശൈലി എന്തായിരുന്നു? നിന്റെ ഖിബ്ല ഏതായിരുന്നു? നിന്റെ ഇമാം ഏതായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ഇസ്ലാമിക പാരമ്പര്യത്തെ പണയപ്പെടുത്തിക്കൊണ്ട് അനിസ്ലാമിക ജീവിതം കേവലം നൈമിഷികമായ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി പണയപ്പെടുത്തി പോയ പെണ്ണേ, നീ ആ മലക്കുകളുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയും, ഹാ 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 ലാദിരി ലാദിരി ലാദിരി. എനിക്കറിയാമായിരുന്നു നേരത്തെ
ഇസ്ലാമിക ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞുകൂടിയപ്പോൾ, എന്റെ വാപ്പ മുസ്ലിമായപ്പോൾ, എന്റെ ഉമ്മ മുസ്ലിമായിരുന്നപ്പോൾ, അവരുടെ മുസ്ലിമായ പെണ്ണായി ഞാൻ ജീവിച്ചപ്പോൾ, ആ സമയത്തെങ്ങാണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി, ക്ഷണികമായ സുഖത്തിന് വേണ്ടി, ഒരു ചെറുക്കന്റെ കൊഞ്ചല് കണ്ടുകൊണ്ട്, ഒരു ചെറുക്കന്റെ ചിരി കണ്ടുകൊണ്ട്, അവന്റെ ദുനിയാവിലെ കേവലം വിലയില്ലാത്ത ഒരു ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട്, അവന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്, അവന്റെ വലയിൽ കുടുങ്ങിക്കൊണ്ട്, ഇസ്ലാമിക ജീവിതത്തെ പണയപ്പെടുത്തിക്കൊണ്ട് അനിസ്ലാമിക ജീവിതം ഞാൻ നയിച്ചുപോയി. എനിക്കിപ്പോഴും മറതിയായി പോയി. എന്റെ കിബില ഏതാന്ന് എനിക്കറിയില്ല, എന്റെ റബ്ബാരാണെന്ന് എനിക്കറിയില്ല, എന്റെ ഇമാം ആരാണെന്നറിയില്ല, ആരാണ് അല്ലാഹ്ന്നറിയില്ല. യാ വൈലത്താ യാ ഹസ്രത്താ, എനിക്ക് വന്ന നാശമേ, എന്നെ കൈക്ക് പിടിച്ച് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി എനിക്കൊരു കള്ള ജീവിതം, മോശമായ ജീവിതം തന്ന എന്റെ കാമുകൻ എവിടെ? എന്റെ ബാപ്പയും എന്റെ ഉമ്മയും ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ, എന്റെ പെണ്ണെ നീ ഞങ്ങളുടെ മക്കളല്ല, നീ എന്റെ മോളല്ല, ഇനി ഈ വീട്ടിലേക്ക് കയറി വരരുത് എന്ന് പറഞ്ഞ എന്റെ ബാപ്പയും ഉമ്മ പോലും എന്നെ മറന്നുപോയി. അവര് പോലും എനിക്ക് ദുആ ചെയ്യുന്നില്ല എന്ന് ഖേദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പാമ്പുകളെയും തേളുകളെയും ആ ഖബറിലേക്ക് അല്ലാഹു വിന്യസിക്കുകയും ഖബറങ്ങനെ ഞെരിക്കുകയാണ്, ഖബറങ്ങനെ ഞെരിക്കുകയാണ്. അവളുടെ വാരിയല്ലുകൾ കോർക്കത്തക്ക നിലയിൽ ഞെരിക്കുകയാണ്. അവൾ നിലവിളിക്കുന്നു, പക്ഷേ ആ വിളി കേൾക്കാൻ ആരുമില്ല. പെണ്ണിനെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ കാറുമായി 100 കണക്കിന് കൂട്ടുകാർ വന്നപ്പോൾ, മയ്യത്തായി കട്ടിലിൽ കിടക്കുമ്പോൾ, ഖബറിൽ കിടക്കുമ്പോൾ, പെണ്ണെ 2 പേരുടെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നെങ്കിൽ, അതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന നിന്റെ ബാപ്പയുടെ അനുവാദമില്ലാതെ എങ്ങാളും രജിസ്റ്റർ ഓഫീസിൽ പോയി ആരാന്റെ പിറകെ ഇറങ്ങിപ്പോയി ആദർശം പണയം വെച്ച് നീ കല്യാണം നടത്തി ജീവിതം നയിച്ചാൽ ഫനിക്കാഹുഹാ ബാത്തിലുൻ, ഫനിക്കാഹുഹാ ബാത്തിലുൻ, ഫനിക്കാഹുഹാ ബാത്തിലുൻ. ഒരു പ്രാവശ്യമല്ല അള്ളാഹു പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞത്, 2 പ്രാവശ്യമല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത്, 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു, അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞ എന്താ? ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിൻ, പെണ്ണുങ്ങളുടെ അനുവാദവും വാങ്ങണം, വാപ്പാടെ അനുവാദവും വാങ്ങണം. ലാ നിക്കാഹ ഇല്ലാ ബിവലി, വലിയില്ലാതെ നിക്കാഹില്ല, വലിയുടെ അനുവാദം ഇല്ലാതെ നിക്കാഹില്ല. അതുകൊണ്ട് പെണ്ണിന്റെ അനുവാദം വേണം, വാപ്പയുടെ അനുവാദം വേണം. പെണ്ണിന്റെ അനുവാദമില്ലാതെ കൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുത്. ചില പെണ്ണുങ്ങൾക്കൊക്കെ ചില മനസ്സിന് ചില എന്തൊക്കെയോ ഒരു എന്ത്രാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്ക്. എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ള ആളായിരിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ നീ ഒരു പെണ്ണിനെ, ഒരു ചെറുക്കനെ കണ്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ വാപ്പാടുത്തൊന്ന് നീ പറ, വാപ്പിച്ച ഞാൻ പറയുന്നത് കേൾക്കോ വാപ്പിച്ച, അത് പിന്നെ എന്താ മോളെ, നീ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടില്ലയോ. അപ്പം വാപ്പ വിചാരിച്ച് എന്താ പരീക്ഷയ്ക്ക് അങ്ങ് എറണാകുളത്ത് കൊണ്ടുപോകണം, കാറിൽ കൊണ്ടുപോകണം, AC ഒക്കെ ഇട്ടുകൊണ്ട് പോകണം എന്നൊക്കെ ആയിരിക്കും. ഞാനെന്താ മോളെ, വാപ്പ വലിയ ഉഷാറായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയ, വാപ്പയുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്, ഇന്നൊരാളിനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ മനസ്സിലിരിക്കുക. വാപ്പിച്ച എനിക്ക് എല്ലാം മേടിച്ചെന്ന് വാപ്പിച്ചല്ലയോ, ഞാൻ എന്തെല്ലാം പറഞ്ഞ് കേൾക്കുന്ന വാപ്പിച്ചല്ലയോ, ഞാൻ എപ്പോൾ എവിടെ പോയിട്ട് പള്ളിക്കൂടത്തിൽ പോയിട്ട് വന്നാലും ആദ്യം വാപ്പിച്ചായി കാണാനല്ലയോ വാപ്പിച്ച ഞാൻ ഇഷ്ടപ്പെടുന്നത്, എല്ലാം വാപ്പിച്ച ആണ് മോളെ. അതിനിപ്പോൾ എന്താ നീ പറ, നിന്റെ കാര്യം പറ. വാപ്പിച്ച ഞാൻ എങ്ങനെ പറയും വാപ്പിച്ചാന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെരിങ്ങി ഒരൊറ്റ ഓട്ടം ഉമ്മടക്കം, ഉമ്മ ഒന്ന് പറയാം, എനിക്ക് വാപ്പിച്ചടുത്ത് പറയാൻ മനസ്സില്ല. ഇപ്പൊ ഉമ്മ പതുക്കെ രാത്രി തലയടി മന്ത്രത്തിൻ്റെ കഥയെ നമ്മുടെ കൊച്ചു പറഞ്ഞ എന്താണെന്നറിയോ, അവളുടെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കനുണ്ട്, നല്ല യോജിച്ച ഒരു ചെറുക്കനാണ്, നല്ല സ്വഭാവമാണ്, ക്ലാസ്സിൽ നല്ല പഠിക്കുന്നവനാണ്, അതുകൊണ്ട് ആ ചെറുക്കനെ ഒന്ന് കെട്ടിയാൽ കൊള്ളാന്ന് അവനാകൻ. അല്ലാ, ആദ്യം ഉമ്മായി ഇയാൾ തലാക്കിയല്ലും, പിന്നെ 2ാമത് മോളെയും തലാക്കിയല്ലോ. ആ സമയത്ത് എല്ലാ സംഭവമൊക്കെ ശരി തന്നെയാണ്, എല്ലാം സംഭവം ക്ലിയർ തന്നെയാണ്. പക്ഷെ ആ സമയത്ത് ആ ഒരു വാക്ക് മൂപ്പിലാന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയുണ്ട്, അത് കളഞ്ഞിട്ട് നീ സ്വന്തമായിട്ടൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ അടിയായി വഴക്കായി പിന്നെ അവസാനം കെട്ടിക്കോ അന്ന് വലിയായിട്ടിരിക്കും. ഏത് മനസ്സിലാ മനസ്സോടെ ഞാൻ കെട്ടിച്ചു തന്നിരിക്കുന്നില്ല, ഒരു സാധനം എൻ്റെ കുടുംബത്തിൽ ഞാൻ തരില്ല, എനിക്ക് ഒരംശം തരില്ല, എന്നൊക്കെ ഞാൻ കെട്ടിച്ചെന്നു സ്വസ്ഥമായിട്ട് ജീവിച്ചോണം, റാഹത്തായിട്ട് നീ ജീവിച്ചോണം, എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നോട് പറയരുത്. അങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. പിന്നെന്താണ്? ഇദാ അതാകും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂ. ഈ ചെറുക്കനെ കുറിച്ച് ഈ പെണ്ണെ മോള് പരിചയപ്പെടുത്തി, മോളോട് ഇത്രയും സ്നേഹമുള്ളവനാ വാപ്പയായിരുന്നല്ലോ, നീ ഒന്ന് ആലോചിക്ക്. പോയി ആ ചെറുക്കന്റെ കുടുംബം, അവന്റെ മഹിമ, അവന്റെ സ്വഭാവം, അവന്റെ അവസ്ഥ, അവന്റെ സാമ്പത്തികം എല്ലാം നീ ഒന്ന് മനസ്സിലാക്ക്. അതല്ലാതെ ചാടാതെ പെടയാതെ വെളിച്ചപ്പാട് കാണിക്കാതെ നീ ഒന്ന് പോയിട്ടൊന്ന് നോക്ക്, എങ്ങനെ ഉണ്ടെന്ന് സംസാരിച്ച് നോക്ക് കുടുംബവുമായിട്ട്. അങ്ങനെ ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ നിന്റെ അടുക്കലേക്ക് ആലോചനയുമായി വന്നവർ
ഇദാ അതാകും മൻ തറളൗന ദീനഹു, ദീനി നിഷ്ഠയുള്ളവനായിരുന്നു, വഖുലുഖഹു, സ്വഭാവ മഹിമയുള്ളവനായിരുന്നു എങ്കിൽ, നിന്റെ പെണ്ണുമായി യോജിച്ചു പോകാൻ പൊരുത്തപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയാൽ ഫസൗവിജൂ, ബാപ്പാ നീ ആ വിവാഹം നടത്തി കൊടുക്കണം. വയില്ല, അങ്ങനെ അല്ല എങ്കിൽ വാപ്പ ശാഠ്യം പിടിച്ചുകൊണ്ട്, ഇല്ല ഞാൻ പിടിക്കുന്ന മൊയിലിന് 3 കൊമ്പ്, എന്റെ മോളാണ്, ഞാൻ കെട്ടിച്ചു കൊടുക്കൂല, എനിക്കിഷ്ടമുള്ളവനെ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചാൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർദ് വഫസാദുൻ അരീൽ, ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ കുഴപ്പം? ശരി, വാപ്പയുടെ ഇഷ്ടം അനുസരിച്ച് കെട്ടിച്ചോ, ഒരു കുഴപ്പമില്ല, ഞാൻ തയ്യാറാണ്. കല്യാണം എല്ലാം ആലോചിച്ച് കല്യാണത്തിന്റെ തലേന്ന് മൈലാഞ്ചി ഇടുന്ന സമയത്ത് ഇവൻ ഇപ്പുറത്ത് ഇങ്ങനെ കോളിസുമായിട്ട് വന്നിക്കും, ഇവളിങ്ങനെ ഞാൻ മുകളിലോട്ട് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മോളിൽ നിന്നൊക്കെ വഴി തന്നെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്കൂടെ ഇതൊക്കെയായിട്ട് നാളെ കല്യാണത്തിന് അണിയാനുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് അണിഞ്ഞുകൊണ്ട് ഒരൊറ്റ ഓട്ടം. പിറ്റേന്ന് വാപ്പ വലിക്ക് വരുമ്പോ മോളെ കാണാനില്ല. ഫസാദായി. ഹാജിയാർക്ക് പിന്നെ ചങ്കു ഉയർത്തി നടക്കാൻ പറ്റൂല. പിന്നെ ആചാർ എന്താ ചെയ്യുക? അങ്ങോട്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലോ ട്രെയിൻ വരുന്ന വഴിക്ക് അടുത്ത് അങ്ങോട്ട് ചാടുക, മരിക്കുക. ഫസാദുൻ തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർളി ഫസാദുൻ അരീം. അല്ലെങ്കിൽ കല്യാണത്തിന്റെ തലേന്ന് പെണ്ണൊളിച്ചോടി പോയി ആചാരേ എന്ന് പറഞ്ഞ് കളിയാക്കൂലേ? അതുകൊണ്ട് നേരത്തെ കൂടി ആലോചിച്ച പെണ്ണിന് യോജിച്ചതാണെങ്കിൽ അൽഹംദുലില്ലാ, സംഭവമൊക്കെ ക്ലിയർ ആണെന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് കെട്ടിച്ചോട്, പ്രശ്നം തീർന്ന്. അതാണ് ഇസ്ലാം. ഇസ്ലാം അതാണ് സ്വഭാവ മഹിമയുള്ളവൻ. അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ തെരഞ്ഞെടുക്കേണ്ടത് എന്താ? സമ്പത്താണോ? കുടുംബ മഹിമയാണോ? സൗന്ദര്യമാണോ? ദീനാണോ? എന്താ? അതും പ്രവാചകൻ തന്നെ പറയട്ടെ. എല്ലാ കല്യാണ സദസ്സുകളിലും ഇമാമിങ്ങൾ ഓതുന്ന ഹദീസാണ്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. പൊതുവെ വിവാഹം കഴിക്കപ്പെടാറുള്ളത് 4 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. നിക്കാഹിന്റെ വേദിയിൽ ഇതൊക്കെ പറയാറുണ്ട്, പക്ഷേ അർത്ഥം അറിയില്ല. അതുകൊണ്ട് എന്താണ് കല്യാണം എന്നറിയില്ല. പൊതുവെ വിവാഹം കഴിക്കപ്പെടാറുള്ളത് 4 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. ലിമാലിഹ, അവളുടെ സമ്പത്ത്, വലിഹസബിഹ, അവളുടെ കുലീനത, വലിദീനിഹ, വലിഹസബിഹ, വലിജമാലിഹ, അവളുടെ സൗന്ദര്യം, വലിദീനിഹ, അവളുടെ മതനിഷ്ഠ. ഈ 4 കാര്യങ്ങളാണ് പൊതുവെ വിവാഹവേദികളിൽ പരിഗണിക്കപ്പെടാറുള്ളത്, വിവാഹങ്ങളിൽ പരിഗണിക്കപ്പെടാറുള്ളതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനീ നിഷ്ഠയുള്ള, മതബോധമുള്ള, മതനിഷ്ഠയുള്ള പെണ്ണിനെ നീ തെരഞ്ഞെടു. അങ്ങനെയെങ്കിൽ നീ വിജയിച്ചു, ഇല്ലെങ്കിൽ നിന്റെ 2 കൈയും മണ്ണിൽ പൊതഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ മുഖം കുത്തി നീ വീണ് ആക്സിഡന്റ് ആയി ബ്രേക്ക് ഡൗൺ ആയി പോകുന്നർത്ഥം. റസൂലുള്ളാഹ് ഇതിനെ ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ചിട്ട് പറഞ്ഞു, ലാ തുസൗവിജൂൻ ലിഹുസ്നിഹിൻ ഫഅസാ ഹുസ്നുഹുൻ അയ്യുർദിയഹുൻ. ഏ സഹോദരങ്ങളെ, ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹിജാസിന്റെ മണ്ണിൽ ചവിട്ടിക്കൊണ്ട് 21-ാം നൂറ്റാണ്ടിൽ താമസിക്കുന്ന മുസ്ലിമേ, നിനക്ക് വേണ്ടി പറഞ്ഞു തരുന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന് നീ ചെവി കൊടുത്തില്ല എങ്കിൽ നീ കുടുംബ ജീവിതത്തിൽ ധാരാളം അസഹ്യതകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ലാ തുസവ്വിജൂഹുന്ന ലിഹുസ്നിഹിൻ, പെണ്ണിനെ അവളുടെ സൗന്ദര്യം മാത്രം നോക്ക് നീ വിവാഹം കഴിക്കല്ലേ. അങ്ങനെ നീ വിവാഹം കഴിച്ചാൽ ഫഅസാ ഹുസ്നുഹുന്ന അയ്യുർദിയഹുൻ, അങ്ങനെ എങ്ങാനും നീ വിവാഹം കഴിച്ചാൽ അവൾ നിന്റെ വാക്കുകൾക്ക് മറികടന്നേക്കാം, നിന്റെ നിന്റെ നിർദ്ദേശങ്ങളെ അവൾ മറികടന്നേക്കാം, നിന്റെ വാക്കുകൾ അവൾ സ്വീകരിക്കുകയില്ല. നിന്റെ വാക്ക് സ്വീകരിക്കണമെങ്കിൽ നിനക്ക് പറ്റിയ യോജിച്ച പെണ്ണിനെ കെട്ട്. നിന്നേക്കാൾ വലിയ സൗന്ദര്യമുള്ള, നാട്ടിലെ പെണ്ണുങ്ങളെക്കാൾ സൗന്ദര്യമുള്ള, സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് പെണ്ണിനെ നീ വിവാഹം കഴിക്കാൻ തയ്യാറായാൽ ആ പെണ്ണ് പറയുന്നത് നീ കേൾക്കേണ്ടി വരും. നിനക്കോട്ട് ഒഴിവാക്കാനും പറ്റൂല.
വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു ലാ തുസവ്വിജൂഹുന്ന ലിമാലിഹിൻ ഫഅസാ മാലുഹുൻ അയ്യുത്ഗിയഹുൻ. സമ്പത്ത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നീ കല്യാണം കഴിക്കല്ലേ, സമ്പത്ത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വിവാഹം കഴിക്കല്ലേ. അങ്ങനെ എങ്ങാനും സമ്പത്ത് മാത്രമാണ് നിന്റെ മോഹമെങ്കിൽ അങ്ങനെ നീ വിവാഹം കഴിച്ചാൽ നിന്നെ വഴികേടിലേക്ക് അത് കൊണ്ടെത്തിക്കുമെന്ന് സയ്യിദുനാ വസനദുനാ വശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് മാത്രം നോക്കി കല്യാണം കഴി. നീ പറയുന്ന അനുസരിച്ച്, അവള് പറയുന്ന അനുസരിച്ച് നീ പോണം, കൊണ്ടുപോകണം. എനിക്ക് നാളെ വീട്ടിൽ പോകണം. അതല്ലാതെ പോയി ഇരുന്നിട്ടൊന്നും ആലോചിക്കല്ല. വാപ്പാക്ക് സുഖമില്ല, ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞു വീട്ടിൽ പോയാൽ കൊള്ളാമെന്നൊക്കെ ഒരുപാട് നാളായില്ലൊക്കെ. അത് അതവുള്ള പെണ്ണിന്റെ സ്വഭാവം. അതല്ല, നീ നാളെ വീട്ടിൽ പോകണം. അത് ഞാൻ കാണില്ല, ഞാൻ എറണാകുളത്ത് അത് പോയിക്കോ, ഞാൻ എല്ലാ ചെറുക്കനെ വിളിച്ച് വണ്ടി ഓടിച്ചു, ഞാനങ്ങ് പോയിക്കോളാം. ആ ചെറുക്കൻ അപ്പുറത്തെ ഷാജി അവൻ വരും വണ്ടി ഓടിച്ചോണ്ട്, നിങ്ങളങ്ങ് പോയിക്കോ, നിങ്ങൾ എറണാകുളത്ത് പോയിട്ട് നേരെ അങ്ങോട്ട് വന്നേച്ചാൽ മതി, ഞാൻ അവിടെ കാണും. ശരി, എടാ ഷാജി നാളെ ഇവിടെ ഒന്ന് അങ്ങോട്ട് വിട്ടേക്കണേ. തീർന്ന് ഇടങ്ങേറ്, എൻ്റെ ഇടങ്ങേറ്. ചിലപ്പോൾ ആ പോക്ക് എങ്ങോട്ടാന്ന് അറിയില്ല, നേരെ അങ്ങ് പോവും, ഷാജിയായിട്ട് അവളങ്ങ് പോവും. കാലുകൾ അങ്ങനല്ലേ പോക്ക്, കാര്യങ്ങൾ അങ്ങനല്ലേ ഇന്നത്തെ പോക്ക്. നമുക്ക് യോജിച്ച പെണ്ണാണ്, ദീൻ ഉള്ള പെണ്ണിനെ കെട്ട്. ദീൻ ഉള്ള പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിരിക്കും, ഹൈറായിരിക്കും. നിന്റെ ജീവിതത്തിന്റെ സകലമാന മേഖലകളും ഹൈറായിരിക്കും, നിനക്ക് അനുകൂലമായിരിക്കും ദീനുള്ള പെണ്ണിനെ നീ തിരഞ്ഞെടുത്താൽ. ആര് തിരഞ്ഞെടുത്തു? പ്രവാചകന്മാർ, സഹാബാക്കൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ, സാലിഹീങ്ങൾ, ഫുഖഹാക്കൾ, ഖുറമാക്കൾ, ഉലമാക്കൾ ദീനീ നിഷ്ഠയുള്ള ബോധമുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറാത്തുകളും ബർക്കാത്തുകളും അല്ലാഹു നൽകി. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി പട്ടണ പ്രദക്ഷിണം നടത്തുമ്പോൾ, രാത്രി ഇങ്ങനെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ ഇങ്ങനെ വരുമ്പോ ഒരു വീട്ടിലൊരു ചെറിയ വെളിച്ചം കാണുന്നു. അറിയാലോ സംഭവം എന്താ? സംഭവം പറയില്ല, നിങ്ങളെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്, ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ആ വീട്ടിലൊരു വെളിച്ചം കാണുന്നു. എന്താണ് ആ വെളിച്ചം? ഉമ്മയും മകളും തമ്മിൽ വഴക്ക്. എന്താ വഴക്ക്? പാലില് വെള്ളം ചേർക്കണമെന്ന് ഉമ്മ, വേണ്ട എന്ന് മകൾ. ഓഹോ, ഇത്രയ്ക്കും മോളൊക്കെ, ഇങ്ങനെയുള്ള മോളൊക്കെ ഉണ്ടായിരുന്നോ? പാലില് വെള്ളം ചേർക്കണമെന്ന് ഉമ്മ, വേണ്ടാന്ന് മകൾ. അപ്പൊ ഉമ്മ പറഞ്ഞു, മോളെ പാതിര സമയായി, ഇപ്പൊ ഉമർ ഒന്നും ഇവിടെ കാണൂല. ഉടനെ മകള് പറഞ്ഞ വാക്ക്, ഉമറിനെയും എന്നെയും ഉമ്മയെയും സൃഷ്ടിച്ച ജഗന്നിയന്താവായ തമ്പുരാനുണ്ടല്ലോ ഉമ്മ, അനന്തവിശാലമായ ആകാശത്തെ സൃഷ്ടിച്ച തമ്പുരാൻ, അനന്തകോടി താരകങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, താരാപഥങ്ങളെ, ഉൽക്കകളെ, ഉപഗ്രഹങ്ങളെ, ഗ്രഹങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, ആ തമ്പുരാൻ ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് ഉമ്മ. ഉമറിനെ അല്ല നാം തൃപ്തിപ്പെടുത്തേണ്ടത്, ആ തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട് ഉമ്മ. അതുകൊണ്ട് ആ തമ്പുരാനെ ഭയപ്പെടണം ഉമ്മ. ഇത് ഉമർ കേട്ടു. എന്റെ ഭരണത്തിന്റെ കീഴിൽ ഈ കുടിൽ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള പെണ്ണുങ്ങളുണ്ടോ? പിറ്റേ ദിവസം ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ദൂതനെ വിട്ട് ഈ പെണ്ണിനെ വിളിപ്പിച്ചു. പെണ്ണപ്പഴേ മനസ്സിലാക്കി, അല്ലാഹ് പോയി ഇടങ്ങേറായി. ഉമർ ഇന്നലെ അറിഞ്ഞ സംഭവം. കാരണം ഉമർ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കാരണം ഉമർ കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നു, പിശാജ് കൊല്ലത്ത് നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് വരുന്നു എന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിവട്ടത്ത് എത്തുന്നതിന് മുമ്പേ അവിടുന്ന് തിരിഞ്ഞ് KMML അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് റൗണ്ട് അടിച്ച് അങ്ങോട്ട് പോയി കളയും, ഇങ്ങോട്ട് വരാനൊക്കത്തില്ല. ഇപ്പൊ അത്രയ്ക്കും പിശാജിന് പോലും ഉമറിനെ പേടിയാണ്. അപ്പൊ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നുണ്ടോ മനസ്സിലായി, എന്റെ തല പോയി, തീർന്നു. ഉമ്മ ഞാൻ അന്നേരം പറഞ്ഞില്ലേ, പോയി ഹൈർ അവിടെ പോയി നിന്നു. ഉമറിന്റെ സമക്ഷത്തിലെത്തിയപ്പോൾ ഉമർ അൽ ഫാറൂഖ് ചോദിച്ചു, മോളെ നിന്നെ എന്തിനാണ് ഇവിടെ ഹാജരാക്കിയതെന്ന് അറിയുമോ? അറിയാം, ഇന്നലെ രാത്രി നടന്ന സംഭവം. ഞാൻ പറഞ്ഞില്ല, എന്റെ ഉമ്മയാ പറഞ്ഞു. എല്ലാം ഞാൻ കേട്ടു മോളെ, നീ എന്തിനു ദുഃഖിക്കണം, പ്രയാസപ്പെടുന്നത്? നിന്റെ ആ പാതിരാ സമയത്തുള്ള സംഭാഷണം ഈ ഉമർ വീക്ഷിച്ചു പോയി, കേട്ടുപോയി. പക്ഷേ നിന്റെ സംഭാഷണത്തിൽ എനിക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയ, എന്റെ മനം കുളിർക്കുന്ന തരത്തിലുള്ള വാക്ക് ഞാൻ കേട്ടുപോയി മോളെ. അള്ളാഹുവിനെ നീ ഭയപ്പെടുന്ന പെണ്ണാണ്. പാവപ്പെട്ട കുടിലിൽ, ചെറ്റക്കുടിലിൽ താമസിക്കുന്ന പാൽക്കാരി പെണ്ണിന്റെ മോളെ, മദീന പട്ടണത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖിന്റെ മകന് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് ആ പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. രാജ്യത്തിന്റെ കിരീടാവകാശി, നാട്ടിലുള്ള ലക്ഷം വീട് കോളനിയിൽ അല്ലെങ്കിൽ റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുന്ന സുന്ദരിയും സുശീലയുമായ
പതിവ്രതയായ നല്ല സുന്ദരിയായ ദീനീ ബോധമുള്ള ഒരു പെണ്ണിനെ അവളുടെ കുടുംബമോ അവളുടെ വീടോ അവളുടെ കൊട്ടാരമോ ഒന്നും നോക്കിയില്ല, അന്യപുരുഷനെ നോക്കാതെ അള്ളാഹുവിനെ രാത്രിയും പകലുമെന്നില്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹയെ സൂക്ഷിക്കുന്ന ഈ പെണ്ണാണ് എന്റെ മകന് സഖിയായി വരേണ്ടതെന്ന് മനസ്സിലാക്കി മദീന പട്ടണത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്ന മഹാനായ വീരശൂര പരാക്രമിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ മകനായ ആസിം റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ എന്ന് പറയുന്ന പാൽക്കാരിയെ കെട്ടിച്ചു കൊടുത്തു. നമ്മൾ ചെയ്യുവോ? ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ചെയ്യുവോ? ഉമറുൽ ഫാറൂഖ് ചെയ്ത ജീവിതം എന്താ ഇവിടെ തെരഞ്ഞെടുത്തത്? ദീനി നിഷ്ഠയുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്തു. അവരുടെ രണ്ടുപേരുടെയും വൈവാഹിക ജീവിതത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ ലൈല എന്ന ഒരു മഹദിയെ അവർ ജന്മം നൽകി. ലൈല എന്ന മഹദിയിലൂടെ പാരമ്പര്യമായി ലൈലയിൽ നിന്ന് വന്ന കുട്ടിയാണ് ഭാവി കാലങ്ങളിൽ അറിയപ്പെട്ട രണ്ടാം ഉമർ എന്നറിയപ്പെട്ട മദീനയെ അടക്കി വാണിരുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. സക്കാത്തിന്റെ വിഹിതങ്ങൾ മുഴുവൻ ശേഖരിച്ചിട്ട് മദീനയിൽ ഒരു പാവപ്പെട്ടവൻ പോലും സക്കാത്ത് വാങ്ങിക്കാൻ അർഹനല്ല എന്ന് മനസ്സിലാക്കി, ഒരു സക്കാത്ത് വാങ്ങിക്കാൻ ഒരു പാവപ്പെട്ടവൻ പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആദ്യമായി മദീനയിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം അന്യനാട്ടിലേക്ക് അയച്ചത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിലാണ്. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് പരമ്പരാഗതമായി ഏത് കുടുംബത്തിൽ നിന്ന് വന്നതാണ്? മഹാനായ ഒന്നാം ഉമറിന്റെ കുടുംബത്തിൽ നിന്ന് ജനിച്ചത് വീണതാണ്. ആ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് വളരെ തുച്ഛമായ വേതനം പറ്റിക്കൊണ്ടാണ് സർക്കാർ ജോലി ചെയ്തത് എങ്കിൽ, ബഹുമാനമുള്ളവരെ, സർക്കാർ ജോലിയിൽ കൃത്യനിഷ്ഠത പാലിച്ചിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കൈകളിലായിരുന്നു ഖജനാവിന്റെ താക്കോൽ. ഒരു ദിവസം അദ്ദേഹം ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ വിളക്കുണ്ടായിരുന്നു. പാണ്ടക്കെട്ടിൽ നിന്ന് വിളക്കെടുത്ത് കത്തിച്ചു വെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിനെ തന്റെ അനുയായികൾ കണ്ടപ്പോൾ പറഞ്ഞു, മഹാനവറുകളെ, എന്തിനാണ് അങ്ങയുടെ പാണ്ടക്കെട്ടിൽ നിന്ന് വിളക്കെടുത്ത് വെച്ച് കത്തിച്ച് ഖുർആൻ പാരായണം നടത്തുന്നത്? ഇത് സർക്കാരിന്റെ സ്ഥാപനമാണല്ലോ, ഗവൺമെന്റിന്റെ സ്ഥാപനമാണല്ലോ, അതിന്റെ അധികാരം അങ്ങേക്കാണല്ലോ, അങ്ങേക്ക് ഇതിന്റെ താക്കോലുണ്ടല്ലോ, അങ്ങേക്ക് എന്തിനാണ് ഗവൺമെന്റ് വിളക്ക് തന്നിരിക്കുമ്പോൾ ആ വെളിച്ചത്ത് വെച്ച് ഖുർആൻ പാരായണം നടത്തിക്കൂടെ? എന്തിനാണ് മഹാനവറുകളെ അങ്ങയുടെ വിളക്കിലെ വെളിച്ചം, അങ്ങയുടെ വിളക്കിലെ എണ്ണ കത്തിച്ചു കളയുന്നതെന്ന് ഒരു അനുയായി ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ബിൻ ഫാറൂഖ് പറഞ്ഞു, ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു, ഏ സഹോദരാ, ഗവൺമെന്റ് എനിക്ക് വിളക്ക് തന്നത് എനിക്ക് ഖുർആൻ ഓതാനല്ല, ഈ മദീനയുടെ ജോലി ചെയ്ത് പൂർത്തിയാക്കാനാണ്. ഗവൺമെന്റ് എനിക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനാണ് ഈ വിളക്ക് കത്തിച്ചു തന്നത്. ഖുർആൻ ഓതൽ അബ്ദുൽ അസീസിന്റെ സ്വന്തം കാര്യമാണ്, ആഭ്യന്തര പ്രശ്നമാണ്, സ്വന്തം കാര്യമാണ്. സ്വന്തം കാര്യം ഗവൺമെന്റിന്റെ ജോലി ചെയ്യേണ്ട ആ വിളക്കിൽ ഞാൻ ഖുർആൻ പാരായണം നടത്തിയാൽ ചെയ്താൽ അള്ളാന്റെ കോടതിയിൽ ഞാൻ പോയി ഇതിന് പരിഹാരം പറയേണ്ടി വരും. അതുകൊണ്ട് വേണ്ട, അതിന് ഉമർ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ എന്റെ പാണ്ടക്കെട്ടിൽ നിന്ന് വിളക്ക് കത്തിച്ചു വെച്ച് എന്റെ സ്വന്തം കാര്യമായ ഖുർആൻ ഞാൻ ഓതിക്കൊള്ളാമെന്ന് പറഞ്ഞ് ദീനീ നിഷ്ഠയിൽ ചങ്കൂറ്റം കാണിച്ച ഈ മഹാനവറുകൾ ജന്മമെടുത്തെങ്കിൽ ദീനീ നിഷ്ഠയുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്ത് സഖിയാക്കി മാറ്റിയതിന്റെ പേരിലാണ് ഇത് സാധിച്ചത്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഉമർ ബിൻ അബ്ദുൽ അസീസിന് ഈ ഒരു സ്വഭാവം കിട്ടാൻ കാരണം ദീനീ നിഷ്ഠയായ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വീണവനായതുകൊണ്ടാണ്. അതാണ് നമ്മളും തെരഞ്ഞെടുക്കേണ്ടത്. അതാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതാ പറഞ്ഞത്, ദീനീ ബോധമുള്ള പെണ്ണിനെ നീ തെരഞ്ഞെടുക്കുന്നർത്ഥം. അല്ല ചുമ്മാ പണം കണ്ടിട്ടും ബ്യൂട്ടീഷ്യനിൽ പോയി ഉള്ള പൗഡർ മൊത്തം വാരി തേച്ച് കണ്ടാ കൊള്ളാം, എനിക്ക് അവളെ മതി, ഉറക്കമില്ല, ഓടില്ല, ഒന്നുമില്ല, ഇത് കെട്ടിച്ചിഞ്ഞ് തന്നാ മതി, ഇഞ്ഞൊന്ന് കെട്ടിച്ചിഞ്ഞോട് തന്നാ മതി എന്ന്. അതുകൊണ്ട് ആലോചിക്കും, ദീനിയായ പെണ്ണിനെ വേണ്ടത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ദീനിയായ പെണ്ണിനെ കണ്ടുപിടിച്ച് നമ്മൾ അടുത്ത് ഇനി കല്യാണം കഴിക്കാൻ പോവുകയാണ്. കയറി ഇരുന്ന് സ്റ്റേജിൽ ഇരുന്നിട്ട് നിക്കാഹ് കഴിക്കാൻ പോവുകയാണ്. ഇതുവരെയും കല്യാണം ആയില്ല. കല്യാണ ആലോചന, അതുമായിട്ടുള്ള ചടങ്ങ്, പെണ്ണിനെയൊക്കെ തെരഞ്ഞെടുത്ത് പിടിച്ച് ഒരു ദീനിയായ പെണ്ണിനെ എവിടെ നിന്നൊക്കെ പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ഇനി ഇതിനെ പൊക്കിയെടുത്ത് സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തി ഉസ്താദന്മാരെ സാക്ഷ്യപ്പെടുത്തി 2 സാക്ഷികളൊക്കെ നിർത്തിയിട്ട് ഇവരുടെയൊക്കെ കൈക്ക് പിടിച്ച് ഇവളെ ഒന്ന് സ്വന്തമാക്കിയിട്ട് ഇനി അങ്ങോട്ടുള്ള ബാക്കിയുള്ള പരിപാടി എന്തൊക്കെയാണ് ഇൻഷാ അള്ളാഹ് നമുക്കത് നാളെ ചർച്ച ചെയ്യാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കാലാവസ്ഥ നമുക്ക് അനുകൂലം അൽഹംദുലില്ലാഹ് ആക്കി തന്നു അള്ളാഹു. എങ്കിലും നമുക്ക് ഒരു ചെറിയ ഒരു അങ്കലാപ്പുണ്ട്.
അല്ലേ? മഴ പെയ്താലോ എടുത്താലോ ഇത്യാദി ഒരു ചെറിയൊരു വിഷമവും കാര്യം കണ്ട് അതുകൊണ്ട് തുടങ്ങണോ, പരിപാടി വേണോ വേണ്ടായോ, ഇന്നുകൊണ്ട് അങ്ങ് പൂർത്തിയാക്കണം എന്നുള്ളൊരു നിയത്തോടു കൂടിയാണ് ഞാൻ വന്നത്. പക്ഷേ വന്നപ്പോൾ അൽഹംദുലില്ലാ നിങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയോ എഴുന്നേറ്റ് സടകുടഞ്ഞോടെ വന്നിട്ടുണ്ട്. അള്ളാഹു അർഹമായ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അൽ അമീൻ സംഘടന വിശ്വസ്ത സംഘടനയാണ്. അൽ അമീൻ എന്ന പേരിന് തന്നെ ഇസ്മ മുസമ്മയൊത്ത സംഘടനയാണ്. ബഹുമാനമുള്ളവരെ, വളരെ 10-67 പേര് ഒക്കെ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം 4 പേര് മാത്രമേ രംഗത്ത് കാണുന്നുള്ളൂ. എന്തോ അള്ളാഹു ആലം, അള്ളാഹു അവർക്ക് നല്ല കൂലി നൽകട്ടെ. ദീനിന്റെ കാര്യത്തിലൊക്കെ വളരെ തുച്ഛമായ ആൾക്കാരെ കാണുള്ളൂ. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ സാധുക്കളെ നിങ്ങൾ വേണ്ടവണ്ണം സഹായിക്കണം, സഹകരിക്കണം, അവരോട് സഹകരിക്കണം. അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, പാവപ്പെട്ട പെണ്ണിൻ്റെ ഒരു ജീവിതത്തിന് വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി, രോഗികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവരാൽ കഴിയുന്ന ഒരു സഹായം നിങ്ങൾക്ക് പ്രചോദനം നൽകി നല്ല നസിഹത്തുകൾ കേൾപ്പിച്ച് നിങ്ങൾ അവർക്ക് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി പൈസ തന്ന് അത് ദുആ ചെയ്യിപ്പിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരൊറ്റ ബോധ്യമാണ്, എത്ര ഉദ്ദേശ ലക്ഷ്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല, ഞാൻ ഇന്ന് പറയുന്നു, ഈ വിഷയത്തിൻ്റെ തുടക്കം നാളെയാണ് കല്യാണം. അവിടെ മുതൽ എന്താണ് ചെയ്യേണ്ടത്? ഭാര്യയോടുള്ള കടപ്പാട്, ഭർത്താവിനോടുള്ള കടപ്പാട്, മക്കളോടുള്ള കടപ്പാട്, ഇത് നിങ്ങൾ കേട്ടിരിക്കണം, ഇത് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം വൈവാഹിക ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കാൻ. ഇത് മനസ്സിലാക്കണം. അതല്ലാതെ കണ്ട് ചുമ്മാതെ കയറി പെണ്ണ് കെട്ടാൻ നിന്നിട്ട് ആകെ ഇടങ്ങേറാകാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ നാളെ നിർബന്ധമായിട്ട് വരും. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ നേരത്തെ വന്നാൽ നമുക്ക് നേരത്തെ തന്നെ തുടങ്ങി നേരത്തെ തന്നെ അവസാനിപ്പിക്കാം. നാളെ നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെറിയ ഒരു സാമ്പത്തികമായ സഹായം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇൻഷാ അല്ലാഹ് ഈ അൽ അമീൻ സംഘടനയ്ക്ക് വേണ്ടി, നിങ്ങളുടെ നാട്ടിലേക്കുള്ള സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത് അവരുടെ ഇതിന്റെ സംഘാടകരായ ജനങ്ങളുടെ, കുട്ടികളുടെ, ആ യുവാക്കളുടെ മനസ്സിനെ നിങ്ങൾ കുളിർമയുള്ളതാക്കുകയും അതിലൂടെ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. അർഹമുർറഹീമായ തമ്പുരാനെ, കരുണയുള്ള അള്ളാഹുവേ, രാജാതിരാജനായ നാഥ, ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണമേ അള്ളാഹുവേ. ഞങ്ങളായ സാധുക്കളായ ഞങ്ങളെ നീ കബൂലാക്കണമേ അള്ളാഹുവേ. ഞങ്ങളുടെ പാവങ്ങളെ നീ പൊറുപ്പ് മാപ്പാക്കി തരണമേ അള്ളാഹുവേ. ഞങ്ങളെ ഒരുമിച്ച് കൂടി എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. ഈ കേട്ടതെല്ലാം അമലിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണമേ അള്ളാഹുവേ. ഞങ്ങളുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കണേ അള്ളാഹ്, ഭർത്താക്കന്മാരെ സാലിഹ്യങ്ങളാക്കണേ അള്ളാഹ്. ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും സ്വർഗ്ഗത്തിന്റെ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ. പടച്ചവനെ, ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇഖ്ലാസും ഈമാനും അള്ളാഹുവേ സ്ഥൈര്യവും ധൈര്യവും ചങ്കൂറ്റവും നൽകി നിന്റെ തൃപ്തിക്കും നിന്റെ പൊരുത്തത്തിനും കരസ്ഥമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് തൗഫീഖ് നൽകണമേ യാ അള്ളാഹ്. ഈ പരിശുദ്ധമായ രാവ്, ഈ ലയാലിൻ അഷ്ർ എന്ന് നീ വിശേഷിപ്പിച്ച ഈദുൽ ഹജ്ജിന്റെ ഈ 10 രാത്രികളിൽ അള്ളാഹുവേ, അതിൽ ഒരു രാത്രി, 2 രാത്രി, 4 രാത്രി നിനക്ക് വേണ്ടി ഈ പള്ളിയുടെ മുറ്റത്തിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ, നിനക്ക് വേണ്ടി ആരെല്ലാം സദഖകൾ ചെയ്യുന്നുവോ ഒരാളെ പോലെ നീ വൃഥാവിലാക്കല്ലേ അള്ളാഹ്. ഒരാൾക്ക് നീ മാരകമായ രോഗം നൽകല്ലേ അള്ളാഹ്. പഠിച്ചവനെ നല്ലതിന് വേണ്ടി, ദീനിനിയായ ഖൈറിന് വേണ്ടി ആരൊരാൾ 1 രൂപ തന്ന് സഹായിക്കുന്നുവോ പഠിച്ചവനെ 10,000 രൂപ ചെലവ് വരുന്ന രോഗങ്ങൾ അവർക്കോ അവരുടെ കുടുംബത്തിനോ നീ നൽകല്ലേ യാ അള്ളാഹ്. സഹായിക്കണ യാ അള്ളാഹ്. അപകടങ്ങൾ, ആപത്തുകൾ, ബലാ, മുസീബത്തുകൾ, ഈമാനില്ലാത്ത മരണത്തെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലുകാരെ നീ സംരക്ഷിക്കണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.